ഹല്ലേലൂയ. ഈ നൽകുന്ന വചനത്തെ നമുക്ക് സ്വീകരിക്കാം. ഈശോയുടെ ആത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിക്കാം. യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിൽ നിറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ പിശാചിന്റെ എല്ലാ പദ്ധതികളും തകർന്നടിയും. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ച് മനോഹരമായൊരു പദ്ധതി ലോകം സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ച് നിന്റെ വെരി ബെസ്റ്റ്. ഈ ഭൂമിയിൽ ഒരു മിഷന് വേണ്ടിയാണ് നീ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ആ മിഷന് വേണ്ടതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്, പ്രിപ്പയർഡാണ്. നിനക്ക് വേണ്ടതെല്ലാം പ്രിപ്പയർഡാണ്. നിനക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. പറഞ്ഞേ, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഒരുക്കാൻ പോകുന്നു എന്നുള്ളതല്ല വചനത്തിൽ നമ്മൾ കാണുന്നത്. ദൈവം ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. നിനക്ക് വേണ്ടതെല്ലാം ഈശോ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവം ഒരുക്കി കഴിഞ്ഞിരിക്കുന്ന ആ നന്മകളൊക്കെ നമ്മൾ സ്വീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ഒരുക്കി കഴിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം. പിശാചിനും മനുഷ്യനെക്കുറിച്ച് പദ്ധതികളുണ്ട്. അവൻ്റെ തകർച്ചയ്ക്കും നാശത്തിനും, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന നമ്മൾ ലൈഫിൽ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പിരിമുറുക്കങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നമുക്കുള്ള നന്മകൾ പോലും അനുഭവിപ്പിക്കാതെ അടിയും ബഹളവും വഴക്കും വയ്യാവലിയും ഒക്കെ ആയിട്ട് മനുഷ്യരെ ഭിന്നിപ്പിച്ചും തകർക്കാനുള്ളൊരു പദ്ധതി. അതിനെക്കുറിച്ച് യേശു പറയുന്നത്, സാത്താൻ പിശാച് വരുന്നത് മോഷ്ടിക്കാനാണ്. മനുഷ്യന്റെ സമാധാനം, സന്തോഷം, സ്വസ്ഥത. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. പിശാച് വരുന്നത്, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനും. അതായത് കൊല്ലുക എന്ന് പറഞ്ഞാൽ ജീവൻ എടുക്കുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവന്റെ അസ്തിത്വം, അവന്റെ ആ ഒരു നന്മകൾ അത് കവർന്നെടുക്കുക. അവനുള്ള സന്തോഷം കവരുക, ഉള്ള നന്മകൾ, അവനുള്ള എന്തൊക്കെയാണോ അതെല്ലാം കവർന്ന് അവനെ എക്സ്ട്രീം സ്ട്രെസ്സിലേക്കും പ്രഷറിലേക്കും ടെൻഷനിലേക്കും ആൻസൈറ്റിയിലേക്കും തള്ളിവിടുക. ഇതാണ് പിശാചിന്റെ പരിപാടി. സ്ട്രെസ്, ആൻസൈറ്റി, ടെൻഷൻ ഇതെല്ലാം ആയിട്ട് മനുഷ്യൻ ഇങ്ങനെ വറിയടിച്ച് ഒന്നും ചെയ്യാൻ മേലാതെ അവന്റെ ലൈഫ് നരകമാക്കി തീർക്കുക. നരകമാക്കുക എന്നുള്ളതാണ് ദുഷ്ടന്റെ പദ്ധതിയെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതം സ്വർഗമാക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി. അപ്പൊ ആ സ്വർഗത്തിന്റെ അനുഭവത്തിൽ, സ്വർഗീയ അഭിഷേകത്തിൽ നിറഞ്ഞ് സമാധാനത്തിൽ, സ്വസ്ഥതയിൽ, സന്തോഷത്തിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിക്കുവാൻ ഈശോനാഥൻ നമ്മളെല്ലാവരും വിളിച്ചേക്കുവാണ്. അതിനു വേണ്ട വില മുഴുവനും യേശു ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു. അതാണ് യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തി. അപ്പൊ എപ്രകാരം യേശു പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ആ സ്വർഗതുല്യമായ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ആത്മാഭിഷേകത്തിന്റെ ജീവിതത്തിലേക്ക് നയിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ള കാര്യമാണ് അപ്പസ്തലന്മാര് പുതിയ നിയമത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി നൽകുന്നത്. അപ്പം പുതിയ നിയമത്തിന്റെ ആ ഒരു അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനാണ് കർത്താവിന്റെ ശരീരമാകുന്ന സഭ ഓരോ തലമുറയെയും വിളിക്കുന്നത്. യേശു ക്രിസ്തുവിൽ നിങ്ങൾ ജീവിക്കുക, യേശു ക്രിസ്തുവിൽ ജീവിക്കുക. അപ്പൊ എപ്രകാരം നമുക്ക് ജീവിക്കുവാൻ സാധിക്കും, എപ്രകാരം ഈ പിശാചിന്റെ പദ്ധതികളെ മറികടക്കുവാൻ സാധിക്കും, എപ്രകാരം വിജയകരമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സാധിക്കും, ഈ ഒരു മേഖലകളാണ് ഇന്നത്തെ ഈ ഒരു വചന സന്ദേശത്തിലൂടെ ഈശോ നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമുക്ക് കൊളോസോസ് ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. കൊളോസോസ് ലേഖനം 2-ാം അധ്യായം. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഈശോനെ ഒന്ന് സ്തുതിക്കാവോ. വലിയൊരു അഭിഷേകം നമ്മുടെ നടുവിലേക്ക് നിമിഷം കടന്നു വരുന്നു. എന്നോട് ഈ ഒരു ടൈമിൽ ഈ ഒരു വചനം എടുക്കാൻ ഈശോ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥനയ്ക്കിടയിൽ ഈവനിങ്ങിൽ ഒരു ലൈവ് വരാനാണ് മാനുഷികമായി ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഈശോ എന്നോട് പറഞ്ഞു, ഈ ടൈമിൽ ഇപ്പം നിങ്ങൾ കേൾക്കാൻ നിയോഗിക്കപ്പെട്ട കുറച്ച് പേരുണ്ട്. അപ്പം പ്രഥമ നിങ്ങളിലേക്കായിരിക്കും ഇത് റീച്ച് ചെയ്യുന്നത്. അതിനുശേഷം മറ്റുള്ളവരിലേക്ക് ഈശോ ഈ വചനം എത്തിക്കും. അപ്പം ഇന്ന് ഈ ലൈവിൽ പങ്കാളികളാകുവാൻ ഈശോ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിന്നീട് കേൾക്കുവാൻ പോകുന്നവർക്കായി ഈശോയ്ക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഈശോയുടെ കാര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അഭിഷേകം കൊണ്ട് ഞങ്ങളെല്ലാവരും നിറയ്ക്കണമേ. അങ്ങയുടെ സജീവ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ഏവനും യേശുക്രിസ്തുവിലൂടെ പിതാവുമായിട്ട് ഐക്യത്തിലാണ്, സമാധാനത്തിലായിരിക്കാൻ കൃപ നൽകുന്ന ആ സമാധാനം നൽകി ഈ കൂട്ടായ്മയ്ക്ക് നടുവിൽ അവിടെ നിന്നുള്ളതിന്റെ അടയാളമായിട്ട് കർത്താവ് ഒരു കാന്തം വലിച്ചെടുക്കുന്നത് പോലെ അട്രാക്ട് ചെയ്യുന്ന അഭിഷേകം ഇപ്പോൾ ഞങ്ങളുടെ നടുവിലൂടെ വ്യാപരിച്ച് അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന്റെ അടയാളങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടട്ടെ. ഭയന്ന് വിറച്ച് വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികളുടെ ഉള്ളിലേക്ക് കർത്താവിന്റെ തേജോമയമായ ആ ഗ്ലോറിയസ് ഗോസ്പൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ആ സുവിശേഷം
ആ സന്ദേശങ്ങൾ ഇന്ന് പെയ്തിറങ്ങുന്ന ഒരു ദിവസമായിട്ട് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭയന്ന് വിറച്ചിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ നിമിഷം സ്പർശിക്കുന്നു. നിങ്ങളുടെ വീട്, നിങ്ങൾ താമസിക്കുന്ന ഇടം എവിക്റ്റായി അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കുന്ന തരത്തിൽ ടെർമിനേഷനൊക്കെ വന്നിരിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. അത്ഭുതകരമായ ഈശോയുടെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്നു. നിങ്ങളെ ആരോ ഭയപ്പെടുത്തുവാണ്. ബാങ്ക് ആയിരിക്കും ഭയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ വാടകയുടെ നിങ്ങളുടെ ലാൻഡ് ലോഡായിരിക്കും, ഏജൻസി ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ബാങ്കിന്റെ മാനേജേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പണം വായ്പ എടുത്തവരായിരിക്കും. ആരൊക്കെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ സ്ട്രെസ് കാരണം എങ്ങനെ ആ പൈസ വീട്ടും, എങ്ങനെ ഇനി ഞാൻ എവിടെ പോയി താമസിക്കും, ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും, അങ്ങനെ ആരാ ഇന്ന് ഈ കൂട്ടായ്മയിൽ ഇപ്പം ചിന്തിച്ചിരിക്കുന്ന വ്യക്തി, എൻ്റെ ദൈവമേ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇനി എന്താ എടുക്കുന്നത് എനിക്കറിയാൻ മേല. ചിലപ്പോൾ നിങ്ങൾ ഭീമമായ തുക അടയ്ക്കാനുണ്ട്. കുറേ ഭാരപ്പെടുത്തുന്ന വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങൾ നിൽക്കുവാണ്. ഈ നിൽക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ ഭാരപ്പെടുന്നവർക്കാണ് ഇന്നത്തെ സന്ദേശം. ഹല്ലേലൂയ. ഞാൻ നിരവധി തവണ ലൈഫിൽ അങ്ങനത്തെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വ്യക്തമായിട്ടും ഒരു വ്യക്തി കടന്നു പോകുന്ന ആ ഒരു അനുഭവം, ആ ഒരു അവസ്ഥ എനിക്കറിയാം. അപ്പോൾ ആ സമയത്ത് ചില സമയത്തൊക്കെ ഒരു മനുഷ്യന് നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. അത് സഹായിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒന്നും കൈ നിൽക്കാത്ത വിഷയങ്ങളും കാര്യങ്ങളും, അത് മാനുഷിക തലങ്ങളിലുള്ള കാര്യങ്ങളുണ്ട്, സാമ്പത്തിക വിഷയങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളും ആത്മീയപരമായിട്ടുള്ള അന്ധകാര ശക്തിയുടെ പോരാട്ടങ്ങളും, ഇതൊക്കെ പല തരത്തിലൂടെ കയറി ഇറങ്ങിപ്പോയ പല ജീവിതാവസ്ഥകളിലൂടെ കുടുംബത്തിലുള്ളവരുടെയൊക്കെ പല പ്രയാസങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, രോഗാവസ്ഥകൾ, ലൗകികമായ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ, സാമ്പത്തിക കടഭാരങ്ങൾ, ഇതിനകത്ത് കൂടെ എല്ലാം നമ്മളതെല്ലാം വ്യൂ ചെയ്യുകയും അതിനകത്തെല്ലാം അനുഭവിച്ചറിഞ്ഞ് നമ്മൾ പല കാര്യത്തിനകത്തുകൂടെ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സമയത്തൊക്കെ ഞാൻ 10-20 വർഷം മുമ്പ്, 25 വർഷം എന്റെയൊക്കെ ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്ന ചില പ്രോബ്ലം, ആ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കിളിന്റെ വീല് കറങ്ങുന്ന പോലെ ഒന്ന് കഴിഞ്ഞ് അടുത്ത് വരുന്ന പോലെയായിരുന്നു. എൻ്റെ വല്യപ്പനും വല്യമ്മ ആശുപത്രിയിൽ നിന്ന് ഒരാൾ ആശുപത്രിയിൽ പോയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അടുത്തയാൾ ആശുപത്രിയിൽ കയറുന്നു. ബിസിനസ്സിനകത്ത് പരാജയം, സാമ്പത്തിക മേഖലയിൽ പ്രതിസന്ധികൾ, വീട്ടിലെ രോഗാവസ്ഥകൾ, അസുഖങ്ങൾ, വിട്ടുമാറാത്ത വ്യാധികൾ, ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നു. ഇങ്ങനെയുള്ള വലിയ തകർച്ചയുടെ നടുവിലാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നത്. ഞങ്ങൾ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പുതിയ നിയമം എന്നതോ പൗലോസ്ലിഹായുടെ ലേഖനം എന്നതോ ഒന്നും, അതൊക്കെ വിദൂരത്തിൽ നിൽക്കുന്ന അതൊക്കെ ഒരു ഫാന്റസി എന്നുള്ള നിലയിലുള്ള ബാഹ്യമായ രീതിയിൽ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, മെഴുതിരി കത്തിക്കും, നമ്മൾ നേർച്ചകളിടും, കുർബാനയ്ക്ക് കൂടും, ഇതെല്ലാം നടക്കുന്നുണ്ട്, ആ ഭക്തിയുണ്ട്. പക്ഷെ ആ പ്രോബ്ലംസ് വാസ്തവത്തിൽ പിശാച്ച് നശിപ്പിക്കുവാനായി ഒരുക്കിയ ആ പ്രോബ്ലം തന്നെയായിരുന്നു യേശുക്രിസ്തുവിനെ എൻകൗണ്ടർ ചെയ്യുവാൻ പിന്നീട് കാരണമായി തീർന്നത്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടപ്പോൾ ഈ ഒരു കാന്തികമായ ശക്തി, ആത്മാവിന്റെ ശക്തി എന്നെ ആ കുടുംബത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു അഭിഷേകത്തിലേക്ക് ദൈവം വേർതിരിച്ചെടുത്തു. അപ്പം അങ്ങനെയാണ് ഇറ്റ് ടുക്ക് മീ ലൈക്ക് ഇന്ന് നിങ്ങളോട് ഈ വചനം പറഞ്ഞ ഞാനാകാൻ പരിശുദ്ധാത്മാവിന് എന്നെ ഒരുക്കാൻ ഒരു 20-25 വർഷം എടുത്തു. അപ്പോൾ ആ 25 വർഷത്തെ ഒരു പ്രോസസ്സായിരുന്നു. പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈശോയുടെ വചനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ, ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഗൈഡ് ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളെയും പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും, ഗിവ് അപ്പ് ചെയ്യരുത്. അപ്പം നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, കൊളോസസ് ലേഖനത്തിലെ ഒരു ഭാഗമാണ് ഞാൻ വായിക്കാൻ ആദ്യം ആഗ്രഹിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ പരിശുദ്ധാത്മാവ് എനിക്ക് ഇന്ന് നൽകിയ മെയിൻ മെസ്സേജിലേക്ക് വരാൻ എൻ്റെ ഉള്ളിൽ ഈശോ പറയുന്നു. റോമാലേഖനം അതിന്റെ 3-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. റോമാലേഖനം 3-ാം അധ്യായം 21 മുതലുള്ള വാക്യം. പ്രതിസന്ധിയിലൂടെ, പ്രയാസത്തിലൂടെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മെസ്സേജ് കേട്ടോ. എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുക. നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു, നിങ്ങൾക്കുള്ള സ്ഥലം നഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് ഉള്ള പലതും അപഹരിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. എന്ത് ചെയ്യണം എന്നറിയാൻ മേല. എൻ്റെ സഹോദര, ഈ ഒരു അവസ്ഥയിൽ ആർക്കും ഞങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല, എല്ലാം നഷ്ടപ്പെടുന്നു. ഈ ഒരു അവസ്ഥയിൽ മനുഷ്യർക്ക് അസാധ്യമായ വിഷയങ്ങളിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ നമ്മുടെ ഡിവൈൻ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. മനുഷ്യര്
ഹെൽപ്ലെസ് ആയിട്ട് നിങ്ങളോട് ചിലപ്പം കരുണ പോലും കാണിക്കാത്ത രീതിയിൽ പെരുമാറുവാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലാൻഡ് ലോഡായിരിക്കും, നിങ്ങളുടെയൊക്കെ വാടകയ്ക്ക് വീട് തന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബാങ്കിലെ മാനേജർമാരായിരിക്കും. അവർ നിങ്ങളോടൊരു മനുഷ്യനെന്നുള്ള പരിഗണന പോലും തരാതെ പെരുമാറുന്ന സമയത്ത് നിങ്ങളെ വീട്ടുകാരും നാട്ടുകാരും ലോകത്തിലുള്ളവരും പള്ളിയിലുള്ളവരും സമൂഹത്തിലുള്ളവരും നാനാ മതങ്ങൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർ സകല മനുഷ്യരും നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഓർത്തോണം, ദാറ്റ് ഈസ് ദ മൊമെന്റ് ഇൻ യുവർ ലൈഫ്. ദൈവം എന്ന ശക്തിയെ ഏറ്റവും അതിന്റെ ആഴത്തിൽ അനുഭവിച്ചറിയാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള ഈ സന്ദേശം എനിക്ക് ദൈവം തന്നത്, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് തന്നത് പോലും വലിയ പ്രതിസന്ധിക്ക് നടുവിലായിരുന്നു. അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ്, ഇതിന്റെ ആഴങ്ങളിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ട് പോയതെല്ലാം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെയുള്ള അധികാരം, യേശു സാത്താന്റെ മേൽ നേടിയെടുത്ത അധികാരം എത്ര മാത്രം ഉണ്ടെന്ന് എനിക്ക് വ്യക്തമാക്കിയത് ഇതുപോലെ വലിയൊരു പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയൊരു സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഒരു വണ്ടി ഞാനൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട്, നാട്ടിലാണ്, ഇന്ത്യൻ നമ്മുടെ കേരളത്തിലുള്ള സമയത്താണ്, ഒരു സ്കൂളിന്റെ ഒരു അമ്പലത്തിന്റെ നടുക്ക് ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ പൊട്ടിക്കരയുക. കാരണം അതുപോലത്തെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. വലിയ ഭീകരമായ കടം, കുടുംബത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ, എനിക്ക് സ്റ്റക്കായിട്ട് പുറത്തിറങ്ങാൻ പോലും മേലാത്ത അവസ്ഥ. എൻ്റെ വൈഫ് വിദേശയാത്രയിൽ പോകുമ്പോൾ അന്ന് ഒരു വലിയ സ്റ്റോം വന്നിട്ട് ഫ്ലൈറ്റ് പോലും അപകടത്തിൽപ്പെടുന്ന ഒരു വലിയൊരു പ്രതിസന്ധി. അപ്പം അത് അങ്ങനെ കുറേ ആ സമയത്ത് അവൾ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് കോണ്ടാക്റ്റ് പോലും ഇല്ല. അപ്പം അന്ന് ഒരു ഫ്ലൈറ്റ് മാത്രമേ പോയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഒരുപാട് മാനസിക ഒരു 10-15 മണിക്കൂറത്തെ യാത്രയൊക്കെ. ആ സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു, നാട്ടിൽ വലിയ പ്രതിസന്ധിക്ക് നടുവിൽ നിൽക്കുന്നു, പ്രയാസത്തിന്റെ നടുവിൽ നിൽക്കുന്നു. എൻ്റെ ദൈവമേ, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയാൻ മേല. ഭീകരമായ മറ്റു പല വിഷയങ്ങൾ, ഫോണുകൾ ഇങ്ങനെ നിർത്താതെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഫാദർ മരിച്ചു കഴിഞ്ഞപ്പം കുറേ കടങ്ങളുടെ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത സമയത്ത് ഞാനിങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് കരയുക. ആ കരയുന്ന സമയത്ത് കർത്താവ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം എന്നോട് സംസാരിക്കുകയാണ്, എന്നോട് പറയുകയാണ്, കരച്ചിൽ നിർത്തി നീ അധികാരത്തിൽ പ്രാർത്ഥിക്കുക. അപ്പം എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ അതൊരു പിടിവള്ളിയാണ്. കർത്താവായ യേശുവിന്റെ ആ ശബ്ദത്തെ മുറുകെ പിടിച്ച് ആ വഴിയിൽ, തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമാണ്, തൊട്ടപ്പുറത്തൊരു സ്കൂളാണ്, ആ സ്കൂളിന്റെ ക്ഷേത്രത്തിന് നടുക്കുള്ള ഒരു ചെറിയ വഴിയുടെ അപ്പുറത്ത് നിന്ന് ഞാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ആ സമയത്ത് യേശു എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയും, നീ അധികാരത്തിൽ കൽപ്പിക്കുക, ഈ എതിർത്ത് നിൽക്കുന്ന ശക്തികളോട് കൽപ്പിക്കുക. അപ്പം എനിക്കറിയാം അസ്വസ്ഥതകളുണ്ട്, ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് അവിടുന്ന് ഇവിടുന്ന് എല്ലാം വരികയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ സാധാരണ മനുഷ്യരെ പോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പള്ളികളിൽ പോവും, ധ്യാനം കൂടാൻ പോവും, പ്രാർത്ഥിക്കാൻ പോവും, പലരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും, പല വചനം വായിക്കും, നമുക്ക് ചെയ്യാവുന്ന എല്ലാം മാനുഷിക തലത്തിൽ നിന്ന് ചെയ്യുകയാണ്. പക്ഷെ എന്നോട് സംസാരിച്ച ശബ്ദം എന്നോട് പറഞ്ഞത്, നീ അധികാരത്തിൽ കൽപ്പിക്കുക, കാരണം നീ നീതീകരിക്കപ്പെട്ടവനാണ്. യു ആർ റൈറ്റ്ഷ്യസ്. അപ്പൊ ഈ നീതീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ അന്നാണ് എനിക്ക് തുറന്നു തന്ന ദൈവം. യു ആർ റൈറ്റ്ഷ്യസ് എന്നുള്ള ആ ഒരു ഭാഗത്തെ ദൈവം എനിക്ക് തുറന്നു തന്നപ്പോഴാണ് സാത്താന്റെ മേൽ യേശു ക്രൂശിൽ നേടിയെടുത്ത അധികാരത്തിന്റെ ഉള്ളിൽ ഇന്ന് ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ യേശുവിന്റെ ശരീരത്തിന്റെ സഭയുടെ ഭാഗമായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ആ അധികാരമുണ്ട്. അപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയം യേശുവിൻ്റെതായി മാറുകയാണ്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി യേശുവിൻ്റെതായി മാറുകയാണ്. അന്ന് ആ തെരുവിൽ, ആ വഴിയിൽ നിന്ന് ഈ കർത്താവ് എനിക്ക് ഈ ഒരു വചനം തുറന്നു തന്നു. ആ വചനം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വചനം തുറന്നു തന്ന് അന്ന് അവിടെ നിന്ന് കൽപ്പിക്കുന്ന സമയത്ത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതായത് വലിയൊരു അഭിഷേകം. അതായത് എനിക്ക് ആ സമയത്താണ് കർത്താവായ യേശുക്രിസ്തു കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ അന്ധകാര ശക്തികളുടെ മേൽ യേശു എത്രമാത്രം വലിയ വിജയമാണ് നേടിയതെന്ന് അന്ന് എനിക്ക് ദൈവം വ്യക്തമാക്കി നൽകി. വലിയൊരു ശക്തി, അതിമാനുഷികമായ ദൈവശക്തി കടന്നു വന്ന് ആ അധികാരത്തിൽ ആ ദുഷ്ടാരൂപിയുടെ ശക്തികളോട് കൽപ്പിക്കുവാൻ ദൈവം അന്ന് ആജ്ഞാപിച്ചു. നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, നീതീകരിക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്നുള്ള ബോധ്യത്തിൽ, അധികാരത്തിൽ അന്ന് കൽപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു അഭിഷേകം ഇറങ്ങി. എൻ്റെ മനസ്സിലെ ഭാരങ്ങളെല്ലാം വിട്ടുപോയി.
വലിയൊരു അഭിഷേകം ഇറങ്ങിന്നിപ്പം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇത് എവിടെ നിന്ന് തന്നെ വന്നതല്ലേ, മനസ്സിലെ ഭാരങ്ങളെല്ലാം വിട്ടുപോയി ഭയങ്കര ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കും, ഭയങ്കര ഒരു സന്തോഷം സമാധാനം ഉള്ളിലോട്ട് കടന്നു വരും. ഇത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷവും സമാധാനവും സ്വസ്ഥതയാണ്. ഇത് ബൈബിൾ കോളേജിലോ സെമിനാരിയിലോ എവിടെയെങ്കിലും നമ്മൾ ഒരു സ്ഥലത്ത് പോയിരുന്ന കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് ആർക്കാണ് അനുഭവിക്കാൻ പറ്റുന്നത് വെച്ചാൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ പ്രയാസത്തിലൂടെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകും. നിങ്ങളുടെ വീടിന് പ്രശ്നം, നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളെ അതും ഇതും പറയുന്നു, നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, ലൈഫിലെല്ലാം എന്താ പറയുന്നത്, മലയാളത്തിൽ ഒരു വേർഡുണ്ട്, കുളം തോണ്ടി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയല്ലേ, കൈവിട്ടു പോയി, അവനെല്ലാം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു മൊമെന്റിലാണ് കർത്താവിൻ്റെ ഈ വലിയ അഭിഷേകം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടാലും നിങ്ങൾ യേശുവിന്റെ മകനല്ലാതാകുന്നില്ല. ദൈവത്തിന് എപ്പോഴും നഷ്ടപ്പെട്ട വേദന, മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നവരോട് ഭയങ്കര സ്നേഹമാണ് കർത്താവിന്. അവർ നിങ്ങളുടെ എത്ര കുറ്റം പറഞ്ഞാലും, എന്തൊക്കെ നിങ്ങൾക്കെതിരെ പറഞ്ഞാലും, നിങ്ങൾക്കെതിരെ എന്തൊക്കെ ക്രിയകളും പ്രാർത്ഥനകളും എന്തൊക്കെ നിങ്ങൾക്കെതിരെ ചെയ്തെന്ന് വെച്ചാലും, ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തെന്ന് വെച്ചാലും, നിങ്ങൾ ദൈവത്തിന് മകനല്ലാതാകുന്നില്ല, മകളല്ലാതാകുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നിങ്ങളോട് കരുതലുണ്ട്, സ്നേഹമുണ്ട്. ഒരിക്കലും ദൈവം നിങ്ങളെ മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ മനുഷ്യർ മാറ്റി നിർത്തിയ വ്യക്തികളോട് ദൈവത്തിന് ഭയങ്കര സ്നേഹമാണ്. അതാണ് ബൈബിളിൽ ഉടനീളം പുതിയ നിയമത്തിൽ യേശു അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന സമയത്ത് കർത്താവിന്റെ സാന്നിധ്യം ഭയങ്കരമായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ചിന്തിക്കും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ മാത്രമേ പറ്റുന്നുള്ളൂ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല. പക്ഷെ ദാറ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്, ആ സമയത്താണ് യേശുവിന്റെ സാന്നിധ്യം അതിശക്തമായി, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പമുള്ള ഈ ഒരു ടൈമില്, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയിൽ, ആത്മാവിന്റെ അഭിഷേകത്തിൽ ഒരു വ്യക്തി നിറയപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളെ എല്ലാം ദൈവം എടുത്തു മാറ്റി, അത് ആ സമയത്ത്, അതായത് ദൈവം അത് ഏറ്റെടുത്തതിന്റെ ഒരു അടയാളം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് നൽകുന്നതാണ് ഈ സമാധാനം. നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവം ഏറ്റെടുത്തു എന്നതിന്റെ ഒരു അടയാളമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനം. നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി ഈശോനെ സ്തുതിക്കാം. എല്ലാ പൈശാചിക ആധിപത്യങ്ങളും ഇന്ന് ഈ ശുശ്രൂഷയ്ക്കെതിരെ വ്യാപരിക്കുന്ന, ഇപ്പോൾ സന്ദേശത്തിനെതിരെ ഇവിടെ നിൽക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും ആയിരിക്കുന്ന സ്ഥലങ്ങളിലും നിലനിൽക്കുന്ന തകർച്ചയുടെ ആത്മാക്കൾ, തകർച്ചയുണ്ടാക്കുന്ന പൈശാചിക ശക്തികൾ യേശുക്രിസ്തുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിൽ അവ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. അവ ആ കർത്താവിന്റെ, ഞങ്ങളുടെ രക്ഷകനും നാഥനും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ച യേശുവിന്റെ മരണത്തിലെ പരിഹാര ബലിയിലൂടെ കർത്താവിന്റെ ആണിപ്പഴുതുള്ള കൈകളിലേക്ക്, കാലുകളിലേക്ക് അവ കയറി, അവ പൂർണ്ണമായും പരാജയപ്പെട്ടത് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചതിന്റെ ശക്തി ഈ നിമിഷം അതിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്യായമായിട്ടുള്ള എല്ലാ പിശാചിന്റെ പദ്ധതികളും എല്ലാ പ്ലാനുകളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിശാചിന്റെ എല്ലാ നെഗറ്റീവ് പ്ലാനുകളും കർത്താവെ, ഈ ദൈവമക്കൾ നിൽക്കുന്ന സ്ഥലത്ത്, അവരായിരിക്കുന്ന സ്ഥലത്ത്, അവരുടെ വാസസ്ഥലത്ത്, അവർക്ക് നീ വാസയോഗ്യമായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹപ്രദമായ സ്ഥലത്ത് നിന്നും അവരെ പറിച്ചു നടുവാൻ, അവരെ വലിച്ചഴയ്ക്കുവാൻ, അവരെ വേദനിപ്പിക്കുവാൻ പിശാചൊരുക്കിയിരിക്കുന്ന എല്ലാ പൈശാചിക പദ്ധതികളും ബന്ധിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടപിശാചിന്റെ, സാത്താന്റെ സകല കെട്ടുകളും ഈ നിമിഷം തകർന്നടിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള ഇൻ ജീസസ് നെയിം, ആമേൻ, ഹല്ലേലൂയ. വലിയൊരു അഭിഷേകം കർത്താവ് റിലീസ് ചെയ്തിട്ടുണ്ട്. ജഹോഷഫാത്ത്, ഈ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ജഹോഷഫാത്തിന്റെ കുഞ്ഞു രാജ്യത്തിനെതിരെ, കുഞ്ഞു രാജ്യം, ഇപ്പൊ നമ്മൾ സ്വിറ്റ്സർലൻഡിന് അടുത്ത് ലിച്ചിസ്റ്റാൻ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. ഞങ്ങളിവിടെ പോയപ്പോഴത്തേക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട്, അല്ല 5 മിനിറ്റ് അല്ല, ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ വേണ്ടേ ഉള്ളൂ, കുറച്ച് ദൂരേ ഉള്ളൂ. അതുപോലൊരു കുഞ്ഞു രാജ്യമാണ് ഈ പറയുന്ന ജഹോഷഫാത്തിന്റെ രാജ്യം. ആ രാജ്യത്തിനെതിരെ 3 വലിയ രാജ്യങ്ങൾ യുദ്ധത്തിന് വരികയാണ്. ഒരിക്കലും ഇവരുടെ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ അവരെ നേരിടാൻ പറ്റത്തില്ല. അപ്പോൾ ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ നേരിടാൻ പറ്റാത്ത ചില വിഷയങ്ങൾ വരുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ജപ്തി നോട്ടീസ് വന്നു, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളെ ഇറക്കി വിടുമെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നേക്കോ, അല്ലെ ടെർമിനേഷൻ ലെറ്റർ വന്നേക്കോ, എന്നാ ചെയ്യും? വേറെ താമസിക്കാൻ സ്ഥലമില്ല. ഭാരപ്പെടുന്ന വിഷയമല്ലേ? മക്കള്, വീട്ടിലെ കാര്യങ്ങൾ, എന്തെല്ലാം കാര്യം നോക്കണം.
ജപ്തി, ഞാൻ എപ്പോഴും ഓർക്കുന്നു, വീട്ടിൽ ജപ്തി നോട്ടീസ് വന്ന് നമ്മുടെ വീടിന്റെ വാതിലെ കൊണ്ട് ഒട്ടിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവര് മാക്സിമം നാണം കെടുത്താനാണ് മനുഷ്യർ നോക്കുന്നത്, അല്ലെ? അവര് മനുഷ്യരുടെ മാന്യമായ രീതിയിലൊന്നും ഇടപെടത്തില്ല. ഭയങ്കര ഒരു റഫാണ് വേൾഡ് എന്ന് പറഞ്ഞാൽ. ഫെയർ അല്ല, അൺഫെയർ ആണ്, റഫാണ്. അപ്പൊ ഈ അൺഫെയർ ആയിട്ടുള്ള ലോകത്ത് നമ്മൾ ചിന്തിച്ചു, ദൈവം ഇവര് മനുഷ്യർ ഇങ്ങനെയൊക്കെ മനുഷ്യരോട് പെരുമാറുമ്പോൾ നമ്മളും അൺഫെയർ ആയിട്ട് പെരുമാറണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെ ഇവിടെയാണ് അങ്ങനെയുള്ള പ്രതിസന്ധികളുടെ സമയത്ത് ദൈവം നമ്മളോട് എന്താ ആവശ്യപ്പെടുന്നത്? റോമാലേഖനം 3-ാം അധ്യായം 22-ാം വാക്യം, ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. ഹല്ലേലൂയ. എല്ലാവരും പാപം ചെയ്ത ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ഇന്ന് ഈ വചനം നിങ്ങൾക്ക് തുറന്നു കിട്ടുമോ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അന്ന് ഞാൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വണ്ടി ഞാനൊരു സ്കൂളിൻ്റെയും ഒരു ക്ഷേത്രത്തിൻ്റെയും ഇടയിലുള്ള ഒരു റോഡിൽ പാർക്ക് ചെയ്തിട്ട് ഒരു റിമോട്ട് ഏരിയ ഞാൻ പൊട്ടിക്കരയുവാണ്. എനിക്ക് അന്ന് അതുപോലത്തെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു സമയം. ഈ വചനത്തിലൂടെ റോമാലേഖനം 3-ാം അധ്യായം 22 മുതലുള്ള ഈ വചനത്തിലൂടെ ദൈവം അന്ന് എന്നോട് സംസാരിച്ചു. നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ആരാണ് നീതീകരിക്കപ്പെട്ടത്? വചനം പറയുകയാണ്, ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, ക്രിസ്ത്യാനി എന്ന് വചനത്തിൽ പറഞ്ഞിട്ടില്ല, വിശ്വസിക്കുന്ന എല്ലാവർക്കും, ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അപ്പം പാപം ചെയ്ത് നമ്മൾ എന്തിനാ അയോഗ്യരായത്? ദൈവത്തിന്റെ മഹത്വത്തിന്, ഗ്ലോറി ഓഫ് ഗോഡ്. ക്രിസ്ത്യാനി അയോഗ്യനായെന്നല്ല പറഞ്ഞു, മനുഷ്യൻ അയോഗ്യനായെന്ന് പറഞ്ഞു. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അവർ അവിടുത്തെ ദൈവത്തിന്റെ ആദ്യനും അന്ത്യനുമായ സകലത്തെ നിയന്ത്രിക്കുന്ന ശക്തി ദൈവം, ആ ദൈവത്തിന്റെ കൃപയെന്ന് വെച്ചാൽ അർഹതയില്ലാത്ത നമ്മളോടുള്ള ദൈവത്തിന്റെ അനന്തമായ കരുണ, സ്നേഹം, ആ സ്നേഹത്തിലൂടെ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാരണം പലപ്പോഴും എന്തിനാ കുരിശിലെ പരിഹാര ബലി, എനിക്ക് ഡയറക്റ്റായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരെ എന്നുള്ള ചിന്ത നമ്മളിൽ വരും. അവിടെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന, അതായത് ദൈവമഹത്വം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്താ? പാപം. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. ഒരു മനുഷ്യനും പറയാൻ പറ്റത്തില്ല ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ലായത്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. ഇതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സമക്ഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അപ്പൊ ദൈവമഹത്വം ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ കോവിഡിന്റെ ഒക്കെ ടൈമിൽ ആൾക്കാർ ഓക്സിജൻ മേടിക്കാൻ വേണ്ടി ഓടി നടക്കുമായിരുന്നു, അല്ലേ? ഭൂമി ദൈവം സൃഷ്ടിച്ചപ്പോൾ ഭൂമി മുഴുവൻ ഓക്സിജൻ ഉണ്ടായിരുന്നു. ഓക്സിജന്റെ വില എന്താണെന്ന് ആ സമയത്ത് നമുക്ക് മനസ്സിലായത്. അപ്പൊ സൂര്യൻ രാവിലെ ഉദിക്കുമ്പോൾ നമുക്ക് പ്രകാശം കിട്ടുന്നുണ്ട്, ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രയോജനം, നമ്മളെല്ലാവരും അതിന്റെ പ്രയോജനം എടുക്കുന്നവരാണ്. ഇതുപോലെ തന്നെ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യന് നൽകിയ ഒരു മഹത്വം ഉണ്ടായിരുന്നു. ആ മഹത്വം പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയി. ഈ നഷ്ടപ്പെട്ടു പോയ സമയം, ഇപ്പൊ സൂര്യൻ ഒരു ദിവസം ഇല്ലെങ്കിൽ ഉള്ള ആരും ഓർത്ത് നോക്കി, സൂര്യൻ ഇരുണ്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുമോ? ഒരു ഫുൾ അന്ധകാരം ഭൂമി നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഓർത്ത് നോക്കിക്കേ. ഇതുപോലെ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ഒരു മഹത്വമുണ്ട്, ഒരു മഹത്വം. ആ മഹത്വം തിരികെ നൽകണമെങ്കിൽ നമ്മളിലെ ഈ പാപത്തിന്റെ ശക്തിയെ വേരോടെ പറിച്ചു കളയണം. അതിനുവേണ്ടിയാണ് ദൈവം തന്നെ ഈ ഭൂമിയിൽ കടന്നു വന്ന് പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണം ഏറ്റെടുത്ത് നിന്നെയും എന്നെയും നമ്മളെല്ലാവരെയും സകല മനുഷ്യരെയും റെപ്രസെന്റേറ്റ് ചെയ്തു. അതിനകത്ത് ക്രിസ്ത്യാനിക്ക് വേണ്ടി എന്നല്ല, യഹൂദന് വേണ്ടി എന്നല്ല, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യന് വേണ്ടിയും തന്നെ ദൈവം സമർപ്പിക്കുകയാണ്. അതാണ് വചനത്തിൽ പറഞ്ഞത്, യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. സൗജന്യമായി, ഫ്രീ ആയിട്ട് നീതീകരിക്കപ്പെടും. Absolutely, you don't have to pay or do anything to attain it because he has paid in full. ദൈവം അതിനു വേണ്ട വില മുഴുവനും ക്രൂശിൽ കൊടുത്തു. സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലേക്ക്, അത് യേശുക്രിസ്തുവിന്റെ പരിഹാര ബലിയിൽ ഞാൻ വിശ്വസിക്കുന്നു. പിശാചിന്റെ ഏറ്റവും വലിയ പരിപാടി എന്താണെന്നറിയോ? ദുഷ്ടാരൂപി ആഗ്രഹിക്കുന്ന ഒരിക്കലും ഈ ഒരു കാര്യം വിശ്വസിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ നീ സ്വീകരിക്കുന്നതിനെ തടയാനാണ് പിശാചിന്റെ അടവുകൾ മുഴുവൻ. അവന് വേറെ ഒന്നിനെ ഭയക്കുന്നില്ല. അവന്റെ ഭയം
യേശുക്രിസ്തുവിന്റെ മക്കൾ, ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു മക്കളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയപ്പെട്ട് കഴിഞ്ഞാൽ ദുഷ്ടന് നിന്റെ മേലുള്ള പദ്ധതികൾ അവിടെ തൊട്ട് പൊളിയാൻ തുടങ്ങും. ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു മനോഹരമായ പദ്ധതിയുണ്ട്, പിശാചിന്റെ പദ്ധതികളുണ്ട്, തകർക്കാനുള്ള പദ്ധതികൾ, പല പ്രതിസന്ധികളിലൂടെ കടത്തിവിടാനുള്ള പദ്ധതികൾ. അപ്പൊ ഇത് മുഴുവനും തകർന്നടിയുകയാണ് യേശുക്രിസ്തുവിൽ ഒരു വ്യക്തി നീതീകരിക്കപ്പെടുമ്പോൾ, ദൈവമഹത്വം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കുമ്പോൾ, ആ അഭിഷേകത്തിൽ നിലനിന്ന് വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ ഈ അഭിഷേകം വർദ്ധിക്കും. അപ്പോൾ അവന്റെ പദ്ധതികളെല്ലാം തകർന്ന് തരിപ്പണമാകും. മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ സഹോദരി, യേശുക്രിസ്തുവിൽ നീതീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും അധികം ദൈവം പ്രദാനം ചെയ്യുന്നത് എന്താണെന്നറിയോ? പ്രതിസന്ധികൾക്ക് നടുവിലും വലിയൊരു സമാധാനം. അതായത് ലോകത്തിലുള്ള സാധാരണ മനുഷ്യർ ചിന്തിക്കും, ഇതേ പ്രശ്നമുള്ളവനൊക്കെ ഇവനെത്ര കൂളായിട്ടാണ് നടക്കുന്നത്, ഇതെത്ര കൂളായിട്ടാണ് നടക്കുന്നത്. സാധാരണ പ്രതിസന്ധികളും വലിയ ഇതുപോലെ പ്രശ്നമുള്ളവരൊക്കെ ഒന്നെങ്കിൽ മദ്യപാനം, ഡ്രഗ് അടിക്കും, മദ്യപാനത്തിന് അതൊക്കെ പോയി ആത്മഹത്യാ ചിന്തയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെടുന്നവൻ അതിന്റെ നടുവിൽ ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് വഴി നടത്തുകയാണ്. അതൊരു ചലഞ്ചിങ് സംഭവമായിട്ട് മറ്റുള്ളവർക്ക് തോന്നും, പക്ഷെ അതിനകത്തേക്ക് പ്രവേശിക്കപ്പെടുന്നവന് പരിശുദ്ധാത്മാവ് അത് ഈസിയാക്കും. ആൻഡ് ദാറ്റ് ഈസ് എ മിറക്കിൾ. ദാറ്റ് ഈസ് എ ക്രിസ്ത്യൻ വാക്ക്. അതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ വിളി. ഇത് ഒരു തിയോളജി തീസിസ് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചു വെച്ചിട്ട് അത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നുള്ള സംഭവം. ഇത് പ്രാക്ടിക്കലായിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഓരോ ദിവസവും ജീവിക്കുന്ന ജീവിതമാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. കടം മേടിക്കാൻ, കടം കൊടുത്തവർ, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, പ്രഷേഴ്സ് ഓഫ് ലൈഫ് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ, നാളെ നിങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട്, ചില പ്രതിസന്ധികൾ മുമ്പിൽ നിൽക്കുവാണ്, ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യുന്ന ഒരു വലിയ ദൈവിക സമാധാനമുണ്ട് കേട്ടോ. ആ ദൈവിക സമാധാനവും സ്വസ്ഥതയൊക്കെ സ്വീകരിച്ച് ഈശോയിൽ നിന്ന്, ഈശോയുടെ ചില അടയാളങ്ങളും വഴിനടത്തലുകളും അനുഭവിക്കുവാൻ ഈശോ ഓരോ ദൈവമക്കളെയും വിളിക്കുകയാണ്. ആൻഡ് ഗോഡ് വിൽ ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇവിടെ നമ്മൾ വില്ലിങ് ആയിരിക്കണം കർത്താവായിട്ടൊന്ന് കോപ്പറേറ്റ് ചെയ്യാൻ. ചില സ്ഥലത്തുകൾ ദൈവം നമ്മളോട് എളിമപ്പെട്ടിരിക്കാൻ പറയും. ചില സമയങ്ങളിൽ നിങ്ങളോട് ദൈവം ചില പുതിയ സ്ഥലത്തോട് ജോലിയിൽ പ്രവേശിക്കാൻ പറയും. ഇവിടെ എല്ലാം ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ട് എളിമപ്പെട്ട് കർത്താവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് നമ്മൾ മുൻപോട്ട് പോവുക. സഹനങ്ങളുടെ നടുവിൽ തളരരുത്. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇവിടെ വചനത്തിൽ യേശുക്രിസ്തുവിന്റെ മക്കൾ, നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തെ പ്രാർത്ഥിക്കുന്നു. ദുഷ്ടപിശാചെ, പ്രത്യേക ഈ ഒരു വേർഡ് ഈശോ എടുത്തു കാണിക്കുന്നു, എവിക്ഷൻ. അതായത് എവിക്ഷൻ ഭാരത്തിൽ കഴിയുന്ന ചില വ്യക്തികൾ, ജപ്തി നോട്ടീസ്, ടെർമിനേഷൻ, നിങ്ങളെ ഇറക്കി വിടും എന്ന് പറഞ്ഞ് പിശാച്ച് എയ്ത് വിട്ട ചില അമ്പുകൾ എന്ന കർത്താവ് അതിനെ തകർത്ത് കളയും, അല്ല റൂട്ട് കരിച്ചു കളയും കർത്താവ്. നിയമങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കി ദൈവം മാറ്റാൻ പറ്റും. ദൈവം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാ. ഇത് എല്ലാം മറന്ന് വിശ്വസിക്കുന്ന സമയത്തുണ്ടല്ലോ, എല്ലാം മറന്ന് ചില വ്യക്തികൾക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് ചിന്തിച്ചിരിക്കുക. നിങ്ങളാണ് ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ, അടയാളങ്ങൾ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും, ചെറിയ കാര്യം പോലും ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതമായിട്ട് നിങ്ങൾക്ക് പിടികിട്ടും. ആ ഒരു പീരീഡിലൂടെ പലതവണ എന്നെ കയറ്റി ഇറക്കി ദൈവം എനിക്ക് വ്യക്തമാക്കി തന്ന കാര്യമാണ്. ഇത് ഞാൻ ഏതെങ്കിലും ബൈബിൾ സ്കൂളിലോ സെമിനാരിലോ എവിടെയെങ്കിലും പോയി, സെമിനാരിലൊക്കെ പഠിച്ച് ഇതിന്റെയൊക്കെ ജോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെ പഠിക്കാം. നമ്മൾ ഇപ്പം അമേരിക്കയെക്കുറിച്ചും റഷ്യയെക്കുറിച്ചൊക്കെ ജോഗ്രഫിക് ഹിസ്റ്ററി നമുക്ക് കേരളത്തിൽ നിന്ന് പഠിക്കാം. അത് വേണമെങ്കിൽ 30 വർഷം 40 വർഷമൊക്കെ പഠിക്കാം, PhD വരെ എടുക്കാം. പക്ഷെ അമേരിക്കയിലും റഷ്യയിലും ചെന്നിറങ്ങി കളത്തിലിറങ്ങി അത് മനസ്സിലാക്കുന്നത് വേറെ സംഭവമാണ്. ഇതുപോലെ 2 തലമാണ് ഇതിന്. ജോഗ്രഫിക് ഹിസ്റ്ററിയും പഠിക്കുന്നതൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ ആ സംഭവം എന്നതാണ് നമ്മൾ റിയൽ ലൈഫിൽ അങ്ങ് അനുഭവിക്കാൻ തുടങ്ങിയാണല്ലോ, ഇറ്റ് ഈസ് എക്സൈറ്റിംഗ്. ഈ പ്രതിസന്ധിയുടെ സമയത്ത് ദൈവം ഇറങ്ങി വന്ന് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഈ ദിവസങ്ങളിൽ ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ it can be an exciting time also to see how God moves. സർവശക്തനായ ദൈവം യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ടവന് വേണ്ടി ഇറങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് ലോകം ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സംഭവത്തെ പുള്ളി വന്നിട്ട് അതിനെ ഒരു കോമയങ്ങാക്കും. അതാണ് കർത്താവിന്റെ പരിപാടി. ഫുൾ സ്റ്റോപ്പ്. ഇതിന് തീർന്നു, ഇനിയില്ല, ഇനിയിപ്പോൾ ഇതിനകത്തൊരു ഹോപ്പും ഇല്ല. ഓക്കെ, എല്ലാ ഹോപ്പില്ലെന്ന് പറഞ്ഞങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് യേശു വന്നിട്ട് ആ ഫുൾ സ്റ്റോപ്പിന് ഇങ്ങനെ ഒരു കോമയാക്കും. എന്നിട്ട് അങ്ങ് മാറി നിൽക്കും. പിന്നെ കർത്താവ് അങ്ങ് എഴുതുവാണ് പുതിയ കാര്യങ്ങൾ. ഇതാണ് ദൈവ പ്രവൃത്തി.
നമ്മൾ എല്ലാ അപ്പസ്തലന്മാരുടെ കാര്യം ഓർത്ത് അവരുടെ ശുശ്രൂഷയിലൊക്കെ പലപ്പോഴും എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ സമയത്ത് കർത്താവ് അതിനെ കോമയാക്കും. പൗലോസ്ലീഹ ഓർത്ത് എല്ലാം തീർന്നു, ഇല്ല തീരാറായിട്ടില്ല. അത് ഞാൻ പറയുന്ന ഈശോ പറയുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന പദ്ധതികളെല്ലാം നിന്റെ ജീവിതത്തിൽ നടത്തണമെന്ന ദൈവത്തിന്റെ ഈശോയുടെ ആഗ്രഹം. അതെല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിക്കണം. അപ്പം നമ്മൾ എന്നെ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണെന്ന് ഇന്ന് നീ വിശ്വസിക്കുക. വിശ്വസിച്ച് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക. ഹല്ലേലൂയ. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ഇങ്ങനെന്ന് പറഞ്ഞ ഞാൻ സൗജന്യമായി യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തി. ഐ ആം റൈച്ചസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അധരം തുറന്ന് പറഞ്ഞേ, ഈ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട് യേശുക്രിസ്തുവിലൂടെ നീ നീതീകരിക്കപ്പെടും. ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. വിശ്വസിച്ച് പറഞ്ഞ് ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് യേശുക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യം. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്ക് സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ചിലർ വചനം കേൾക്കും, ഇത് വിശ്വസിക്കത്തില്ല. അയ്യോ, ഇത് റോങ് ആണല്ലോ, ഇത് ഞാൻ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ശരി? ഇതായിരുന്നു അന്നത്തെ ജൂതന്മാർക്ക്. യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ജൂതന്മാർക്ക് ഇഷ്ടപ്പെട്ടു. യേശുക്രിസ്തു പാപികളെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നു, അവരോട് ക്ഷമിക്കുന്നു, അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു, അവരോട് കരുണ കാണിക്കുന്നു, മുക്കുവരെ ശിഷ്യരായി തെരഞ്ഞെടുക്കുന്നു. കാരണം ഇവര് അന്നത്തെ കാലത്തെ ഫരിസേരും നിയമജ്ഞരും സദുക്യരും വർഷങ്ങൾ മതം പഠിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ അവർക്ക് ആ ഫരിസേനാകാൻ പറ്റത്തുള്ളായിരുന്നു, സദൂക്യനാകാൻ, നിയമജ്ഞനാകാൻ പറ്റത്തുള്ളൂ. യേശു നേരെ വന്ന് സാധാരണക്കാരെ മുക്കുവരെ തെരഞ്ഞെടുക്കുന്നു, പാപികളോട് കരുണ കാണിക്കുന്നു. ഇത് ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അവരെന്താണ് യോഗ്യരാക്കിയത്? ഞങ്ങളല്ലേ യോഗ്യർ, ഞങ്ങളല്ലേ ഇത് അറ്റൈൻ ചെയ്ത് നേടിയെടുത്തത്, ഞങ്ങളല്ലേ? ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഈ മുക്കുവരെ എന്തിനാ നീ തെരഞ്ഞെടുത്തേ? അപ്പൊ ഇങ്ങനെ യേശുവിന്റെ പല കാര്യങ്ങളും അവർക്ക് മാനുഷികമായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ കുറെ കാര്യങ്ങൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരാഗ്രഹിച്ച ഒരു യേശുവുണ്ട്. ജൂതന്മാരുടെ ചില കാഴ്ചപ്പാടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ആ വീക്ഷണകോണുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു യേശുവിനെ അവർ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അതിനെല്ലാം കർത്താവ് പൊളിച്ചെടുക്കി. അതിൽ നിന്നെല്ലാം പുറത്തു വന്ന് കർത്താവ് ദൈവപിതാവിന്റെ യഥാർത്ഥ പിക്ചർ എന്താന്ന് ഭൂമിയിൽ വ്യക്തമാക്കി കൊടുത്തു. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിന്റെ ലേഖനങ്ങളിലൂടെ യാത്ര ചെയ്യണം. പൗലോസ്ലീഹായോട് ചേർന്നും നമ്മൾ യാത്ര ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമുക്കത് വ്യക്തമാക്കി നൽകുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെയൊക്കെ നാട്ടില് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളുടെ പഠനങ്ങൾ ഇനിയും കുറേ നടക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് യേശുക്രിസ്തു പ്രദാനം ചെയ്യുന്ന ദൈവരാജ്യം, രക്ഷ, സൗജന്യമായ നീതീകരണം, ഇതെന്താണ് ജനങ്ങൾ ഉത്ബോധിപ്പിക്കപ്പെടേണ്ടതാണ്. ഈ തലമുറയുടെ ഒരു നിർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ക്രൈസ്തവർ ഒരുപാടുണ്ട്, പക്ഷേ ഒരു നല്ല ശതമാനം ആൾക്കാരും നിർഭാഗ്യവശാൽ കഴിഞ്ഞ തലമുറയിൽ നിർഭാഗ്യവശാല് ഈ ഒരു ഗൈഡൻസിലേക്ക്, പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് ആൾക്കാർ കുറവാണ്. ഒരു നല്ല ശതമാനം ഈ പഴയ നിയമത്തിൽ ൂടെയുള്ള, അല്ലെങ്കിൽ ജൂതന്മാരെങ്ങനെയാണോ യേശുവിനെ അവര് കാണാൻ ആഗ്രഹിച്ചത്, അത്തരത്തിലുള്ള വ്യൂ പോയിന്റിൽ തന്നെയാണ് നമ്മുടെ ആൾക്കാരും ഇന്ന് ഈശോനെ കാണുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇതൊരു ദുഃഖകരമായൊരു സത്യമാണ്. പുതിയ നിയമത്തിന്റെ ആ ഒരു ആഴത്തിലേക്കും വെളിച്ചത്തിലേക്കും യേശുക്രിസ്തുവിന്റെ ആ ഒരു തുറവിയിലേക്കും ആ ഒരു ഓപ്പൺനെസ്സിലേക്കും നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും നമുക്ക് കൂടുതലും പഴയ നിയമം വായിക്കുമ്പോഴാണ്. ഇപ്പൊ ഇന്ന് ഈ കൂട്ടായ്മ ജോയിൻ ചെയ്ത പലർക്കാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വ്യക്തിപരമായിട്ട് പലപ്പോഴും പുതിയ നിയമം വായിക്കുമ്പോൾ പിടികിട്ടാതെ പഴയ നിയമം വായിക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. അതിന്റെ കാരണം നമ്മൾ പുതിയ നിയമത്തിന് അടിസ്ഥാനമാകുന്ന യേശുക്രിസ്തുവിന്റെ പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ വിശ്വസിച്ച് വിശ്രമിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പുതിയ നിയമത്തിന്റെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ചിലപ്പോൾ ഇന്ന് ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ഈ രഹസ്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാകാൻ സാധിക്കും. കാരണം നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾക്കറിയാൻ പറ്റില്ല. ഈ സുവിശേഷം കേൾക്കുന്നു, നിങ്ങൾ കണ്ണും പൂട്ടി നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നു, നിങ്ങൾക്ക് നീതീകരണം ലഭിക്കുന്നു, നിങ്ങൾ ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ 90% പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്നത്
ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. നഗ്നമായ സത്യമാണ്. ഇപ്പം നമ്മളത് ഇനി അംഗീകരിച്ചില്ലെങ്കിലും ദൈവം അവരെ ഉപയോഗിക്കുകയാണ്. ഭാരതത്തിൽ ഒട്ടനീളവും അതിശക്തം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ ഒരു നിർമ്മലതയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെ എന്താണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. അത് മറ്റൊന്നുമല്ല, വിശ്വസിക്കുക. സൗജന്യമായി യേശുക്രിസ്തു നമ്മളെ നീതീകരിക്കുന്നു. ഇതാരെ മുറിപ്പെടുത്തുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൗഖ്യമാക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. സൗജന്യമായി യേശുക്രിസ്തു നമ്മളെ നീതീകരിക്കുന്നു. അപ്പോൾ പൗലോസ്ലീഹ ഇത് പഠിപ്പിക്കുമ്പോൾ പൗലോസ്ലീഹ ഈ സൗജന്യമായ നീതീകരണത്തെ കണക്ട് ചെയ്യുന്ന അബ്രാഹവുമായിട്ടാണ്, അബ്രാഹത്തിന്റെ വിശ്വാസവുമായിട്ടാണ് അതിനെ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 4-ാം അധ്യായം, നമ്മൾ ആദ്യം സംസാരിച്ച വചനം റോമാലേഖനം 3-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണെങ്കിൽ അടുത്ത അധ്യായത്തിന് തലക്കെട്ട് തന്നെ അബ്രാഹത്തിന്റെ മാതൃക എന്നുള്ളതാണ്. അബ്രാഹത്തിന്റെ മാതൃക. ആകയാൽ ജഡപ്രകാരം നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? അബ്രാഹം പ്രവർത്തികളാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനത്തിന് വകയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലെന്ന് മാത്രം. വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ്? അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അവന് അത് നീതിയായി പരിഗണിക്കപ്പെട്ടു. അബ്രാഹത്തിന് എന്താ നീതിയായി പരിഗണിക്കപ്പെട്ടത്? അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അപ്പൊ ഇന്ന് യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പാപങ്ങളെ ദൈവം ക്ഷമിച്ച് അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കി അവനെ ദൈവം കംപ്ലീറ്റ്ലി നീതീകരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിക്ക് ചെറുപ്പം മുതൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കർത്താവിന്റെ കൃപയിൽ നയിക്കപ്പെടുന്ന പ്രീച്ചേഴ്സ് ഒരുപാട് എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാ സഭാവിഭാഗങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ തലമുറയിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പഴയ നിയമത്തിന്റെ കുറെ വ്യൂ പോയിന്റ് നമുക്കറിയാതെ നമ്മുടെ ഉള്ളിലോട്ട് കയറിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ വചനപ്രഘോഷകരാണെങ്കിലും പ്രാർത്ഥനക്കാരാണെങ്കിലും പള്ളി പോകുന്നവരാണെങ്കിലും നമുക്ക് പലപ്പോഴും ഈ ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിലുള്ള വിശ്വാസത്തിൽ നിന്ന് നമ്മളിലേക്കും മറ്റു പലതിലേക്കും മറ്റു പലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ അതിനെ പറയുന്നത് നിർജീവ പ്രവർത്തികൾ എന്ന്. നമ്മൾ ചിന്തിക്കും, ഞാൻ ദൈവം എന്നെ നീതീകരിക്കണമെങ്കിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് റൈറ്റ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവം എന്നെ നീതീകരിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല വചനം പറയുന്നത്. ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ വിശ്വസിക്കുമ്പോൾ സൗജന്യമായി ദൈവം നിന്നെ നീതീകരിക്കുന്നു. ആ നീതീകരണം ലഭിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിക്കുന്നവനാണ് യു ക്യാൻ ലിവ് റൈറ്റ്, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നത്. അഭിഷേകം ലഭിക്കുന്നവനാണ് പരിശുദ്ധാത്മാവിൻ അഭിഷേകത്തിൽ നിറഞ്ഞ് നിനക്ക് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും ആ കൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിക്കുവാൻ നിനക്ക് സാധ്യമാകും. ഹല്ലേലൂയ. 2 പത്രോസ് 2-ാം അധ്യായം 2 പത്രോസ് 1-ാം അധ്യായം 9-ാം വാക്യം ഇപ്രകാരം എഴുതുന്നു. ഇപ്രകാരം നമ്മൾ കാണുന്നു, ഇവയില്ലാത്തവൻ അന്ധനും ഹ്രസ്വദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ്. പലപ്പോഴും നമ്മളും വിസ്മരിക്കാറുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തു കഴിഞ്ഞത്? നമ്മുടെ പാപങ്ങളെ അവൻ ശുദ്ധീകരിച്ചു. നമ്മൾ ഹ്രസ്വദൃഷ്ടിയിൽ ഇന്നത്തെ കാലത്തെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു പ്രതിസന്ധി വരുമ്പോൾ, അയ്യോ അതിന് ആര് പ്രാർത്ഥിച്ചാൽ അഴിയും, അതിന്റെ ബന്ധനത്തിന്റെ റീസൺ എന്താണ്, നമ്മളങ്ങനെ പല കാര്യങ്ങളും തപ്പിപ്പോവാറുണ്ട്. പക്ഷെ വചനം നമ്മളോട് പറയുകയാണ്, ഇവയില്ലാത്തവൻ അന്ധനും ഹ്രസ്വദൃഷ്ടിയും പഴയ പാപങ്ങളിൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ്. ഡു യു ഫർഗെറ്റ് ദാറ്റ്? നീ വിസ്മരിക്കുന്നുണ്ടോ ദൈവം നിനക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി എന്താണ്? അത് വിസ്മരിക്കുമ്പോഴാണ് പലപ്പോഴും പിശാച് നമ്മളെ മറപ്പിച്ചു കളയും. ദൈവം എന്താണ് നമുക്ക് വേണ്ടി കുരിശിൽ ചെയ്തു കഴിഞ്ഞത് എന്നുള്ള കാര്യം മറപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ പഴയ രീതിയിൽ ആ യോക്കിൽ അടിമത്തത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഇന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, വിശ്വസിച്ച് വിശ്രമത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. ചിലപ്പോൾ ഭയങ്കര പ്രതിസന്ധിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ, ഭയങ്കര പ്രയാസമായിരിക്കും. ഞാനിന്ന് പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ച് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഭയങ്കര ഒരു അഭിഷേകം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഈ അഭിഷേകം നിറയപ്പെടുമ്പോൾ ആ സമയത്ത് സ്വർഗം നിങ്ങളുടെ വിഷയങ്ങളെ ടേക്ക് ഓവർ ചെയ്യും. യെസ്, ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് പറയുന്നത്. ഐ എം നോട്ട് ലൈയിങ്. ഹൃദയത്തിൽ നിന്ന് മനസ്സ് എനിക്ക് ഇങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. എന്നോട് ഈശോ പറഞ്ഞ ഏറ്റവും സിമ്പിളായിട്ട് ഇത് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാനാണ് പറയുന്നത്. ആ സമയത്താണ് അഭിഷേകം വരുന്നത്. അത് ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. ദൈവം ചെയ്ത പ്രവൃത്തിയിൽ നിങ്ങൾ ഒരിക്കലും യേശുവിന്റെ ശരീരത്തിന്റെ സഭയിലെ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ ഓരോ വ്യക്തിയും ദൈവം ഈക്വലായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചിന്തിക്കരുത്, വചനം പറഞ്ഞ അനീഷ് ബ്രദറാണ്. ചില ഈ കത്തോലിക്കര് എൻ്റെ അടുത്ത് ബ്രദർ അല്ലേ, ദൈവം അവരുടെ ഒരു റിലീജിയസ് ആറ്റിറ്റ്യൂഡാണ്.
അവർ ബ്രദറാണ്, അവർ ഇന്നയാളാണ്. വാസ്തവത്തിൽ ബ്രദർ എന്ന വാക്കിന് അർത്ഥം എന്താ? സഹോദരൻ. സഹോദരൻ, നിങ്ങളുടെ സഹോദരനെ. യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. സ്പിരിച്വലി നയിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ പിതാവ് എന്ന് വിളിക്കുന്നു. അതെന്റെ സ്പിരിച്വൽ ഫാദറാണ്. നമ്മളിതിനെല്ലാം മാനുഷിക തലങ്ങളിലൂടെ ബ്രദർ, അച്ഛൻ, ഇതെല്ലാം അങ്ങനെ കാണുവാണ്. ഇതെല്ലാം വേറെ എന്തോ ഇതൊക്കെയായിട്ട്. അതൊക്കെ പഴയ നിയമത്തിലെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറുന്നതാണ്. അതിനെ എടുത്ത് മാറ്റി പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ആ ഭാഗത്തിൽ എൻ്റെ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണ് നമ്മളെല്ലാം. കണക്റ്റഡാണ്. അപ്പം നിങ്ങളുടെ പള്ളിയിലുള്ള എല്ലാവരുമായിട്ട് നിങ്ങൾ കണക്റ്റഡാണ്. നിങ്ങളുടെ അച്ഛനുമായിട്ട് കണക്റ്റഡാണ്. നിങ്ങൾ ആത്മീയമായിട്ട് നയിക്കുന്ന ആ അപ്പസ്വലന്മാർ, അഭിഷിക്തർ, ഇവരെല്ലാം നമ്മളെ നയിക്കുന്നവരുമായിട്ടെല്ലാം നമ്മൾ കണക്റ്റഡാണ്. ഇത് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് പരസ്പരം വിധേയപ്പെടാനും സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും സാധിക്കുക. നമ്മൾ ഡിസ്റ്റന്റ് ചെയ്ത് നിൽക്കുക. അയ്യോ, അതൊരു ബ്രദറാണേ, ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി, ഞാൻ യേശുവിന്റെ ഒന്നും വിദൂരസ്ഥനാണ്. അല്ലല്ല, യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ യു ആർ ഓൾസോ പാർട്ട് ഓഫ് ഹിസ് ബോഡി. ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നിങ്ങൾ. അപ്പം ബ്രദറെ, എനിക്കെന്താ ഈ പ്രശ്നങ്ങളല്ല, എനിക്കെന്താ അത് കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റാത്തത്, അഭിഷേകം അനുഭവിക്കാൻ പറ്റാത്തത്? നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ബേസിലല്ല ഇത് നിൽക്കുന്നത്. ഇത് യേശു കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ശക്തി നിങ്ങൾ ഓൾറെഡി കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി നിങ്ങളെ ദൈവം മാറ്റിയിരിക്കുകയാണ്. ഇനി അത് അനുഭവവേദ്യമാകണമെങ്കിൽ, അതായത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടുതൽ നിങ്ങൾക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി നിങ്ങൾ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. യു ആർ റൈച്ചസ് ബൈ ഫെയ്ത്ത് എന്ന് വിശ്വസിക്കുമ്പോൾ, വിശ്വാസം കൊണ്ട് സംലബ്ധമാകുന്ന ദൈവനീതി, ആ നീതീകരണത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ദൈവമഹത്വം നിങ്ങൾ നിറയപ്പെടും. അത് കാത്തിരിക്കുകയാണ്. അത് നിറയപ്പെടുമ്പോൾ നമ്മളിൽ ആ ക്രിസ്തുവിന്റെ ശരീരത്തിന്, ഒരു മനുഷ്യനിൽ 3 തലങ്ങളുണ്ട്. നമ്മൾ യേശു ക്രിസ്തുവിന്റെ ശരീരവുമായി കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്പിരിറ്റ് തലമുണ്ട്, നമ്മുടെ മനസ്സിന്റെ തലമുണ്ട്, നമ്മുടെ ശരീരമുണ്ട്. അപ്പൊ നമ്മുടെ സ്പിരിറ്റ് തലത്തിൽ ആത്മാവിന്റെ അഭിഷേകം ഒന്ന് നിറയപ്പെടും. അനേക ഭവനങ്ങളിൽ, അനേക വ്യക്തികളിലേക്ക് ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുകയാണ്. നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാകുന്ന സഭയുടെ അഭിഷേകം നിറഞ്ഞു വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിറയപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിട്ടിരിക്കുന്ന പദ്ധതികൾ, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിനെ കർത്താവ് ശുദ്ധീകരിച്ച് അഭിഷേകത്തെ നിങ്ങളുടെ ഫിസിക്കൽ റലത്തിലേക്ക്, ശരീരം നിൽക്കുന്ന റലത്തിലേക്ക് സ്വർഗം ഈ നിമിഷം അയക്കുകയാണ്. വലിയൊരു അഭിഷേകത്തിന്റെ പെയ്ത്ത് സ്വർഗം ഈ കൂട്ടായ്മയിലേക്ക് ഈ നിമിഷം റിലീസ് ചെയ്യുന്നു. ഇറക്കി വിടുമെന്ന് പിശാച്ച് വാദിച്ച് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ദൈവരാജ്യത്തിന്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ, നീ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ നിന്നെ പറിച്ച് കളയുമെന്ന് പറഞ്ഞ് വാദിച്ച് നിൽക്കുന്നതിനെ ദൈവം പറിച്ചു കളഞ്ഞ് നിന്നെ അവിടെ അത്ഭുതകരമായി ദൈവം പടുത്തുയർത്തും. മലമുകളിൽ നിൽക്കുന്ന ഒരു മലയുടെ മുകളിൽ നിൽക്കുന്ന ഒരു എന്താ പറയുന്നത്, ഒരു ദേശം, അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭവനം കാണാൻ പറ്റുന്നത് പോലെ നിന്നെ കർത്താവ് പ്രകാശ ഗോപുരമായി നിർത്തും. ഇന്ന് എത്ര അന്ധകാരം നിറഞ്ഞ അവസ്ഥയാണെങ്കിലും അതിനകത്ത് നിന്ന്, അവിടെ നിന്ന് എല്ലാം നഷ്ടപ്പെടുമെന്നുള്ള ആ വിധി എഴുതപ്പെട്ട സ്ഥലത്ത് നിന്ന് നീ യേശുവിനെ ഉയർത്തിക്കോ. അതേ സ്ഥലത്തേക്ക് ദൈവരാജ്യത്തിന്റെ ശക്തി കടന്നു വരുമ്പോൾ അഭിഷേകം സകല നന്മകളെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ സകല നന്മകളെ, സ്വർഗത്തെ ഭൂമിയെ സൃഷ്ടിച്ചവന്റെ അഭിഷേകം സകല നന്മകളെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. നിനക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളം ചെയ്യുവാനും വേണ്ട കൃപ നൽകുന്നവനാണ് ദൈവം. 2 കൊരിന്തോസ് 9:8 ഹി ഈസ് പവർഫുൾ. 8, 9, 10 വാക്യത്തിന് അഭിഷേകം എന്ന് വെളിപ്പെടട്ടെ ഈ കൂട്ടായ്മയിൽ. ഹല്ലേലൂയ. രാത്രി മുഴുവൻ അധ്വാനിച്ചിൽ ഒന്നും ലഭിക്കാതിരുന്ന ശിമയോന്റെ വഞ്ചിയിൽ എങ്ങനെയാണ് ഇത്രയും മീൻ വന്ന് കയറിയത്? അതാണ് അഭിഷേകത്തിന്റെ പവർ. when the power of the Holy Spirit moved. യേശുവിന്റെ വചനം പ്രസംഗിച്ച സമയത്ത് ആ നീതീകരണത്തിന്റെ അഭിഷേകം ആ കടലിൽ മുഴുവൻ വ്യാപരിച്ചു. മീനുകൾ വന്ന് അങ്ങോട്ട് വരുക. നിങ്ങൾക്ക് ഇല്ല എന്ന് പറയരുത്. ഇനി ഇല്ല എന്ന് പറയരുത്. പരിശുദ്ധാത്മാവിനെ ലഭിച്ച യേശുവിന്റെ നീതീകരിക്കപ്പെട്ട വ്യക്തി പറഞ്ഞു തുടങ്ങണം, ഉണ്ട്. ഈശോ പറഞ്ഞില്ലേ, മത്തായിയുടെ സുവിശേഷം ഈശോ പറഞ്ഞിരിക്കാനോ, ഇല്ലാത്തവനെന്ന് പറയുന്നവരിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കപ്പെടും. ഉണ്ട് എന്ന് പറയുന്നവന് കൂടുതൽ നൽകപ്പെടും. ആരെയുള്ളവൻ? ദൈവിക ജീവൻ ഉള്ളവൻ, നീതീകരിക്കപ്പെട്ടവൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചവൻ, ആ ശിഷ്യസഹജമായ ഹൃദയത്തിലൂടെ ദൈവരാജ്യത്തിനുള്ളിലേക്ക് പ്രവേശിച്ചവൻ. അവന് ഉണ്ട്. ആരാ ഉള്ളത്? നിനക്ക് ദൈവം അനുകൂലമായിട്ടുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഈ അപ്പൻ അനുകൂലമായിട്ടുണ്ട്. നിനക്ക് വേണ്ടി കുരിശിൽ സഹനം പൂർത്തീകരിച്ചവൻ അനുകൂലമായിട്ടുണ്ട്. ഈ ഒരു തിരിച്ചറിവിൽ ആത്മാവിന്റെ അഭിഷേകത്തിൽ നീ നിറഞ്ഞ് നിന്റെ പ്രതിസന്ധിയെ നേരിടുന്ന സമയത്ത് ആ പ്രതിസന്ധി വഴിമാറിപ്പോ. ഹല്ലേലൂയ. പൈശാചിക ശക്തികളുടെ കുറെ ആക്രമണങ്ങൾ അനുഭവിച്ച ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ ഈശോയിലെ വിശ്വാസത്തിൽ ഈ ഒരു പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് ദൈവം തന്നെ പലപ്പോഴും
വചനത്തിലൂടെ എന്നോട് സംസാരിച്ച് ശക്തിപ്പെടുത്തിയ അവസരങ്ങളുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സമയത്ത് ഞാനിപ്പോഴും ഓർക്കും, ഞങ്ങൾ പപ്പ വീട് വെച്ച സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥകൾ, പൈശാചികതയുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടായ സമയങ്ങളൊക്കെ വചനത്തിന്റെ ശക്തിയിലൂടെ എപ്രകാരം ദൈവാത്മാവിന്റെ ശക്തി അതിനെ ബ്രേക്ക് ചെയ്യുന്നത് കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എപ്രകാരമാണ് അതിനെ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. ചില വ്യക്തികൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, അവരിങ്ങനെ 6 അടി പൊക്കമുള്ള രൂപത്തെ കാണുന്നു, കറുത്ത രൂപത്തെ കാണുന്നു, 8 അടി പൊക്കമുള്ള രൂപത്തെ കാണുന്നു. ചിലർക്കത് കാണാൻ പറ്റുന്നുണ്ട്, ചിലർക്കത് കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെ എൻറ്റൈറ്റീസ് സ്പിരിച്വൽ റലത്തിലുണ്ട്. അതിനൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. ചില വീടുകളൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് അപ്പം ചിലർ പറയും അത് രാക്ഷസുകളാണ്, അതാണ് ഇതാന്നൊക്കെ പറയും. അപ്പം ചില വീടുകളൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും ആൾക്കാർ മാനുഷിക ശക്തി പ്രാർത്ഥിക്കുന്നു. വിവിധ മതവിഭാഗത്തിൽ വന്ന ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നത് പല മാനുഷിക രീതിയിൽ അവർക്കറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അവരതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമാണ്. അവർ പറഞ്ഞു അവിടെ ബ്രഹ്മരാക്ഷസുണ്ട്, രക്തരാക്ഷസുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് ആ സ്ഥലത്തേക്ക് പോകാനുള്ള യാത്രയിൽ കുറേ തടസ്സങ്ങളും അപകടങ്ങളൊക്കെ വരുന്ന പോലെ തോന്നി. പക്ഷെ അവിടെ ചെന്ന സമയത്ത് കർത്താവ് ആദ്യം എന്നോട് ശാസിക്കാൻ പറഞ്ഞത് ഈ ഒരു എൻറ്റൈറ്റിയെ വെളിപ്പെടുത്തിയിട്ട് ഒരു വലിയൊരു കറുത്ത രൂപത്തെ അത് ദുഷ്ടാരൂപിയാണ്. ആ ദുഷ്ടാരൂപിയെ ശാസിക്കുക. ആത്മാക്കളെ അങ്ങനെയുള്ള പ്രാർത്ഥിക്കാനൊന്നും കർത്താവിനോട് ആ ദുഷ്ടാരൂപിയെ ശാസിക്കാൻ പറയും. യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണെന്നുള്ള ധൈര്യത്തിൽ യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്ന നിമിഷം ആ ശക്തിയെ യേശുവാണ് കീഴ്പ്പെടുത്തുന്നത്. നമ്മുടെ പ്രാർത്ഥനയല്ല. നമ്മുടെ പ്രാർത്ഥന നമ്മൾ ആശ്രയിക്കുന്നത് യേശുവാണ് കീഴ്പ്പെടുന്നത്. യേശു ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയുടെ ശക്തിയിൽ ആ ശക്തി കീഴ്പ്പെടുന്ന അനുഭവിക്കാനായത്. ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ വലിയ ആത്മാക്കളുടെയൊക്കെ അറ്റാക്കുകൾ, ദുർമരണങ്ങളൊക്കെ സംഭവിച്ച സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് ഇങ്ങനെയുള്ള എൻറ്റൈറ്റീസിനെ ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിനെ ശാസിക്കാൻ ദൈവം പറയും. അതിനുശേഷം അവിടെ കൊണ്ട് നിർത്തത്തില്ല. ആ വീടുകളിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ചില വ്യക്തികൾക്ക് മരിച്ചുപോയ ആൾക്കാരുടെ സ്വഭാവങ്ങൾ വരുന്നു, പൊസഷൻസ് വരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവിടെ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സമയങ്ങളിൽ ഈ ഒരു റൂമിൽ പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ റൂമിലിരിക്കുന്ന സമയത്ത് എന്നോട് യേശു വേറെ ഒന്നും ശാസിക്കുവാനോ കൽപ്പിക്കുവാനോ ബന്ധിക്കാനോ ഈ ആത്മാക്കളെ അവരെ ശാസിക്കാനോ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഞാൻ ഒരു ബീച്ചിൽ ഇരിക്കുന്ന പോലത്തെ ഒരു അനുഭവം. ഒരു സ്ഥലത്ത് വന്നിട്ട് കർത്താവ് ശാന്തമായിട്ട് എന്നോട് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ പറയും. ശാന്തമായിട്ട്, ബഹളം വെച്ചുള്ള പ്രാർത്ഥനയൊന്നുമല്ല, ശാന്തമായിട്ട് യേശുവിന്റെ സ്നേഹം. അപ്പം നിങ്ങൾക്കും അങ്ങനെയുള്ള അസ്വസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്, നിങ്ങൾക്കും അത് ചെയ്യാം. ദുർമരണങ്ങളൊക്കെ ഉണ്ടായ സ്ഥലങ്ങളോ വ്യക്തികളോ ആൾക്കാരൊക്കെ ആയിട്ട് നിങ്ങൾ ശാന്തമായിട്ട് യേശുവിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള ബോധ്യത്തിൽ, യേശുവിന്റെ രക്തത്തിലൂടെ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യത്തിൽ ആ രക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ശാന്തമായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പറയാം. ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച് പറയാം. ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പീഡനത്തിലൂടെ, സഹനത്തിലൂടെ കടന്നുപോയ ആള്, ഇൻജസ്റ്റിസിലൂടെ കടന്നുപോയ ആള് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു കടന്നുപോയതുപോലെ പീഡിപ്പിക്കപ്പെട്ട ഒരാത്മാവും ഈ ഭൂമിയിലില്ല. ദൈവം ഭൂമി കടന്നുപോയ പീഡനമാണ്. അതിദാരുണമായി ഈ ഭൂമി മനുഷ്യരെ കർത്താവിനെ പീഡിപ്പിച്ചു. ആ സത്യം, ആ യേശുവിന്റെ സ്നേഹത്തെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ അടങ്ങാത്ത ആത്മാക്കളില്ല സഹോദരങ്ങളെ. അത് പറയുന്ന സമയത്ത് അവിടെ വെളിപ്പെടുന്നൊരു മഹത്വമുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, അങ്ങനെ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഇതുപോലെ വലിയ അസ്വസ്ഥതയുള്ള ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കും. എനിക്കറിയാം ഒരുപാട് ആത്മാക്കളുടെ, ഒരുപാട് ഈവിൾ സ്പിരിറ്റ്സിന്റെ പല സംഭവങ്ങൾ ഇങ്ങനെ ചുറ്റുമ്പോൾ നിൽക്കുവാണ്. പക്ഷെ ആ റൂമിലിരിക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ കർത്താവിന്റെ മടിയിലിരുന്ന് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ ഒരു സർട്ടൺ പോയിന്റ് എത്തിയപ്പോൾ ഈശോനോട് കൊളോസസ് ലേഖനം 1:20 വാക്യം വായിക്കാൻ പറയും. ആ വാക്യം വായിക്കാൻ എൻ്റെ ഉള്ളിൽ നൽകിയിട്ട് അത് പ്രഖ്യാപിക്കാൻ പറയും. കൊളോസസ് 1:20, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവിടുന്ന് അവനിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ആര് ചെയ്തു?
സ്വർഗത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഉടയോൻ സർവശക്തൻ ദൈവം ചെയ്തു. യേശു ക്രിസ്തുവിലൂടെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ, യേശുവിലൂടെ തന്നോട് അനുരഞ്ജിപ്പിച്ചു. അപ്പം യേശുവിൻ്റെ ഹൃദയത്തെ, സ്നേഹത്തെ, മനസ്സിനെ, യേശു ചെയ്തു കഴിഞ്ഞ കുരിശിലെ പ്രവൃത്തിയെ ഏറ്റവും സിമ്പിളായിട്ട് സ്നേഹത്തോടെ ഒരു സ്ഥലത്തിരുന്ന് പറയുമ്പോൾ അവിടെയുള്ള എൻറ്റൈറ്റുകൾ ഇറങ്ങിയോടും. ചില ആൾക്കാർ പറയുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് കുർബാന അർപ്പിച്ചാൽ മതി, ഹോളി കമ്മ്യൂണിയൻ കൊടുത്താൽ മതി. വാട്ട് ഈസ് ദ ഹോളി കമ്മ്യൂണിയൻ? അതിൻ്റെ ബേസ് എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതാണ് അതിൻ്റെ റൂട്ട്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് കടന്നു പോകുന്ന സഹനങ്ങളുടെ ഏറ്റവും തീവ്രതയിൽ കടന്നുപോയ മനുഷ്യനായ യേശു ക്രിസ്തു. ആ സഹനത്തിൻ്റെ മെസ്സേജും ആ സ്നേഹവും പങ്കുവെക്കുമ്പോൾ അവിടെ ഒരു റിഡംഷൻ സംഭവിക്കുകയാണ്. നമുക്കറിയാമല്ല എന്തൊക്കെയാണ് സ്പിരിച്വാലിറ്റി നടക്കുന്നതെന്ന്. എന്നാൽ ഇതിന് ഫലമുണ്ടെന്ന് എനിക്ക് 100% പറയാൻ പറ്റും. നമ്മളിൽ ആശ്രയിച്ചുള്ള പല പ്രാർത്ഥനകളും പലതും ഒക്കെ നമ്മൾ ചെയ്യും. നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും ക്രൈസ്തവരല്ലായിരിക്കും, ബട്ട് യു ക്യാൻ ഡു ഇറ്റ്. കാരണം ഇത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല യേശു ക്രൂശിൽ ഇതെല്ലാം ചെയ്തത്, എല്ലാ മനുഷ്യർക്കും വേണ്ടി. എല്ലാ മനുഷ്യരും പാപം ചെയ്ത ദൈവമഹത്വത്തിന് അയോഗ്യരായി. എന്നാൽ വിശ്വസിക്കുന്ന ഏവനും യേശു ക്രിസ്തുവിലൂടെ ഇന്ന് സൗജന്യമായി നീതീകരിക്കപ്പെടും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും യേശു കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അന്ന് ആ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റില്ല. കാരണം കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ആ മുറിയിലേക്ക് വന്ന് ഇങ്ങനെ ഒഴുകി വീഴുന്നത്, തുള്ളി തുള്ളിയായി വന്ന് വീഴുന്നത് അനുഭവിക്കാൻ പറ്റി. അപ്പോൾ ആത്മാവിൽ എനിക്ക് കാണാൻ പറ്റും അവിടെ ഇരിക്കുന്ന എനിക്കറിയാം. ഐ ഡോണ്ട് നോ വാട്ട് ഈസ്, ദർ ആർ സോ മെനി പീപ്പിൾ ക്രൈം. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ പലപ്പോഴും ഈ പല വചനപ്രഘോഷകരും പ്രാർത്ഥനക്കാരും വന്ന് ഇതുങ്ങളെ ഈ സാന്നിധ്യങ്ങളെ ശാസിക്കാം. അപ്പോൾ അവിടെ എല്ലാം ഒരു റിഫ്റ്റാണ്, എന്തോ അവർക്ക് പിടികിട്ടുന്നില്ല. വരുന്നവരെല്ലാം വേറെ എനർജി ആയിട്ട് വന്ന് ഇതുങ്ങളുടെ ഒപ്പോസിറ്റ്. നോ, ദാറ്റ്സ് നോട്ട് ദ വേ. യഥാർത്ഥ ഡീമോണിക് ബ്രേക്കിംഗ് നടക്കുന്നത്, യഥാർത്ഥ സമ്പൂർണ്ണ ഡെലിവറൻസ് ഒരു വ്യക്തിയിൽ, ഒരു ഭവനത്തിൽ, ഒരു സ്ഥലത്ത് വെളിപ്പെടുന്നത് when that place, that land, that house experience who Jesus is. ആരാണ് യേശു ക്രിസ്തു, എന്താണ് യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞത്, ആ പ്രവൃത്തിയുടെ സന്ദേശത്തെ ഇന്ന് ഈ വോയിസ് നിങ്ങളൊരു വീട്ടിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ പരിഹാരബലിയുടെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അപ്പാരൻ്റ് നമുക്ക് റിലീജിയൻ ഉണ്ട്, നമുക്ക് സിംബൽസ് ഉണ്ട്, നമുക്ക് കുർബാനയുണ്ട്, നമുക്ക് എല്ലാ സംഭവമുണ്ട്. ബട്ട് വി ഡോണ്ട് ഹാവ്, വി ആർ നോട്ട് ടെല്ലിങ് ദി സിംപ്ലിസിറ്റി. യേശുവിൻ്റെ മനസ്സിനെ, യേശുവിൻ്റെ ഹൃദയത്തെ, ആ സ്നേഹത്തെ അത് മനസ്സിലാക്കുമ്പോഴാണ് ആത്മാക്കളുടെ രക്ഷ സംഭവിക്കുന്നത്. ഈ ഇത്രയും മാത്രം ദൈവം എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്ന് മരിച്ചു, എന്നെ സ്നേഹിക്കുവാൻ, എന്നെ കരുതുവാനുള്ള ആത്മാവ്, എന്നെ സ്നേഹിക്കുന്ന, നിത്യമായി കരുതുന്ന ആ സ്നേഹത്തിൻ്റെ സാന്നിധ്യം, അതൊരു വ്യക്തി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് അനുഭവിച്ച് കഴിയുമ്പോഴാണ് മോക്ഷം, അത് അനുഭവിച്ച് കഴിയുമ്പോഴാണ് ആത്മാക്കളുടെ രക്ഷ. ദാറ്റ് ഈസ് ദ എറ്റേണിറ്റി തുടങ്ങുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ സുവിശേഷം കേൾക്കുമ്പോൾ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ വിശ്രമത്തിനുള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവേശിപ്പിക്കുക. ഇതിന് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വേറെ ഒന്നും ദൈവം വെച്ചിട്ടില്ല. ഇത് മതമൊന്നുമല്ല, ഇതൊരു സംഭവം ദൈവം ചെയ്തേക്കുന്ന പ്രവൃത്തിയാണ്. ഇതെല്ലാവരും വിളിക്കുവാണ് ഇത് അനുഭവിക്കാൻ വേണ്ടി. സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യൻ എന്നുള്ളത് ഇപ്പം എന്നാ പറയുന്നത്, ഒരു മതത്തിൻ്റെയാണ് നമ്മൾ സൂര്യൻ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയല്ല. അതുപോലെ വചനത്തിൽ പറയുന്നത് യേശുവിൻ്റെ രക്ഷ എല്ലാവർക്കും അനുഭവേദ്യമാകേണ്ട, അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ക്രൈസ്തവരായ വ്യക്തികളുടെ രീതികളും പല കാര്യങ്ങൾ കൊണ്ടും ഞങ്ങളുടെ ഈ പഴയ നിയമത്തിൻ്റെ ഈ ഒരു, ഞാൻ പറഞ്ഞല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മളങ്ങ് പൊക്കിപ്പിടിച്ച് നമ്മൾ വേറൊരു അതിൻ്റെ ഒരു ഇതുകൊണ്ടൊക്കെ കൂടി ഞങ്ങൾ യേശുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ട് നിർഭാഗ്യവശാൽ ഞങ്ങൾ ക്രൈസ്തവരായി കുടുംബത്തിൽ ജനിച്ചവരുടെ പ്രവൃത്തി ദോഷവും പല കാര്യങ്ങൾ കൊണ്ടും യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ സുവിശേഷം റീച്ച് ഔട്ട് ചെയ്യുന്നതിന് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു തടസ്സം. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ നീതി ഇന്ന് ഇന്ത്യയിൽ, ഞാൻ പറഞ്ഞല്ലോ, 90% ദൈവം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഉപയോഗിക്കുന്നത് അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവരെയാണ്. അവർ സിമ്പിളായിട്ട് ഈ സത്യത്തെ വിശ്വസിച്ചു, അവരുടെ ഉള്ളിൽ ആത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ദൈവം അവരെ കരങ്ങളിലെടുത്ത് അതിശക്തമായി ഉപയോഗിക്കുക. ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദ ചർച്ച്. നമ്മൾ അംഗീകരിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ തിരുസഭയുടെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് അവർ. അവർക്ക് കിട്ടിയ വെളിച്ചത്തിൽ അവർ യേശുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മളും ആ ഒരു വെളിച്ചത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ ഉയർത്തണം. സകലരും യേശുക്രിസ്തുവിനെ ഉയർത്തണം. ആ ഈശോയുടെ സാന്നിധ്യം ഇന്ന് നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്ന സഹോദരങ്ങളെ. അന്ന് ഞാൻ ആ ഭവനത്തിൽ, അത് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് ഫിനിഷ് ചെയ്യട്ടെ, ആ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയുടെ സാന്നിധ്യം
അവിടെ വ്യാപരിക്കുമ്പോൾ വലിയൊരു സമാധാനം ആ കുടുംബത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് ഞാൻ അവരോട് ചോദിച്ചു, അവർക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു വീടായിരുന്നു. അവിടെ സമാധാനം കടന്നു വന്നു, ആ വീട്ടിൽ സ്വസ്ഥത കടന്നു. ഞാൻ അവരോട് പറയും, നിങ്ങൾ ഈ ഒരു അഭിഷേകത്തിൽ നിലനിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ വചനത്തിൽ വിശ്വസിച്ച് വചനത്തിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് പുതിയ നിയമം പൗലോസ്ലീഹയുടെ ലേഖനങ്ങളൊക്കെ വായിച്ച് ആത്മാഭിഷേകത്തിൽ നിറയുവാൻ നിങ്ങൾ കൂടുതൽ അതിനുവേണ്ടി പരിശ്രമിക്കും. വേറെ ഒന്നും നിങ്ങൾ പരിശ്രമിക്കേണ്ട. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ഒരു സന്ദേശം അനേക ഭവനങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ ഈശോയെ നീ തെരഞ്ഞെടുത്ത ഒരുപാട് കുടുംബങ്ങളെ നീ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു കീ അവർക്ക് കൊടുത്തല്ലോ. ഇത് വിടുതലിന് വേണ്ടി അലയുന്ന വ്യക്തികൾ, അവർ യേശുക്രിസ്തുവിലേക്കും യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സൗജന്യമായി ലഭിക്കുന്ന നീതീകരണത്തിലേക്കും പ്രവേശിക്കുവാൻ അപ്പസ്തലനായ പൗലോസ്ലീഹയോട് നൽകിയ മെസ്സേജ് ഇന്ന് ഒരിക്കൽ കൂടി കർത്താവെ, അങ്ങയുടെ മകനായി എനിക്കിന്ന് പറയുവാൻ അങ്ങ് നൽകിയ ഒരു ഭാഗ്യത്തിന് നന്ദി പറയുന്നു. കേൾക്കുവാൻ നിയോഗിക്കപ്പെട്ട ഓരോ ആത്മാക്കൾക്ക് വേണ്ടി നന്ദി പറയുന്നു. അവർക്കൊരു അറ്റസ്റ്റേഷൻ നീ കൊടുക്കണം. വീണ്ടും ഈശോ എടുത്തു കാണിക്കുന്നു എവിക്ഷൻ. ആരാണത്? എനിക്കറിയാൻ വേണം നിങ്ങൾ ആരാണ്. നിങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്നു. നിങ്ങൾ ഭാരപ്പെടരുത്. നിന്ദിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിങ്ങളെ മാനിക്കും. യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ആരെങ്കിലും ഇറക്കി വിടാനോ ജപ്തി നോട്ടീസ് വെച്ച് നിങ്ങളെ ഭയപ്പെടുത്താനോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓൾവേസ് റിമെമ്പർ, യു ഷുഡ് ബി റെസ്റ്റിംഗ് ഇൻ ക്രൈസ്റ്റ്. ദെൻ യുവർ എനിമീസ് ആർ ദ എനിമീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. പിശാച് ആഗ്രഹിക്കുന്നത് ഇവിടെ നീ ഫൈറ്റ് ചെയ്ത് ഇതിനെല്ലാം സോട്ട് ചെയ്യണം. എന്നാൽ ഇന്ന് ഈ ഭാരം എല്ലാം യേശുവിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് വിശ്വസിച്ചവരായ നമുക്ക്, എബ്രായലേഖനം 4:3 പറയുന്ന പോലെ, വിശ്വസിച്ചവരായ നമുക്ക് വിശ്രമത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. എന്താണ് ആ വിശ്രമം? പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്രമമാണ്. ആ വിശ്രമത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് കർത്താവിന്റെ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയുമ്പോൾ, ഇന്നേ ദിവസം നീ എന്താണോ ഭാരപ്പെടുന്നത്, ഒരു എവിക്ഷൻ ആകട്ടെ, ശുശ്രൂഷയ്ക്കെതിരെയാകട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കെതിരെ കുറേ എതിർപ്പുകൾ ഈ കഴിഞ്ഞ നാളുകളൊക്കെ വന്നു. ഒരു സമയം കഴിഞ്ഞ് നമുക്ക് മനസ്സിലായി ഇതൊക്കെയാണ്, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ വി ഹാവ് ടു ലെറ്റ് ഗോ ആൻഡ് റെസ്റ്റ് ഇൻ ഹിസ് പ്രസൻസ് ആൻഡ് എൻജോയ് ഹിസ് അൺമെറിറ്റഡ് ഫേവർ. ഇത് വരുന്ന സമയത്ത് ഓർത്തു, പ്രതിസന്ധിക്ക് നടുവിൽ വലിയൊരു ദൈവപ്രവൃത്തി കാത്തിരിക്കുക. ഇപ്പം ഞങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധി എത്ര വലുതാണെന്നറിയോ ബ്രദറെ എന്ന് ചോദിച്ചാൽ ആരണ്ടൊക്കെ പറയുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഈശോനോട് പറയുന്നു, എങ്കിൽ വലിയ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് നടക്കാൻ വേണ്ടി പോവുകയാണ്. അത് സാക്ഷിയൊന്നും എല്ലാവരും അങ്ങനെ പറയാറില്ല. ചിലപ്പോൾ ഞാനിന്ന് പറഞ്ഞു, ചില ആൾക്കാരൊക്കെ സാക്ഷി എഴുതി അറിയിക്കും. വലിയ പ്രതിസന്ധിക്ക് നടുവിൽ 2022, 2021 വചനം കേട്ട് കർത്താവ് വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു. പിന്നെ അവരെക്കുറിച്ച് വിവരമൊന്നുമില്ല. ദൈവപ്രവൃത്തി ചെയ്ത കാര്യങ്ങളൊന്നും ആൾക്കാർ പറയത്തില്ല. അതൊക്കെ അടുത്ത പ്രശ്നം വരുമ്പോഴത്തേക്കും, ബ്രദറെ 2022 അനുഭവം നടന്നു, 2021 അനുഭവം നടന്നു, 2024 അനുഭവം നടന്നു, ഇപ്പോൾ ഉള്ള വിഷയത്തിൽ ബ്രദർ പ്രാർത്ഥിക്കാൻ ഈ ഒരു വിഷയം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരത്തെ അനുഭവം നടന്ന കാര്യമൊന്നും ഇതൊന്നും ദൈവത്തിന് മതി, എന്നോട് പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് നന്ദി പറഞ്ഞു. എൻ്റെ ബ്രദറെ ഭയങ്കര തിരക്കായി, ഈശോയ്ക്ക് അപ്പം നന്ദി പറഞ്ഞായിരുന്നു അല്ലേ. നമ്മളൊക്കെ ഒരു അത്ഭുതം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വിടുതൽ കിട്ടി, കർത്താവ് മുൻപോട്ട് നയിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മളങ്ങ് റാൻഡമായിട്ട് പിന്നെ അതെല്ലാം മറന്നങ്ങ് മുമ്പോട്ട് പോകും. ഇന്ന് നന്ദിയുള്ളവരാകുവാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. നമുക്ക് തന്ന സകല നന്മകൾക്ക് വേണ്ടി നമുക്ക് നന്ദി പറയാം. സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി പറയാം. ഇനി ഒരു വചനം കേൾക്കാൻ കേൾവിശക്തി തന്നതിനെ നന്ദി പറയാം. ഹല്ലേലൂയ. ഭിന്നശേഷിക്കാരുടെ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് ഇന്നലെ ഞാനിപ്പോഴും ഓർക്കും, ഒരു ഫാമിലി, അവിടെ ആ കുഞ്ഞുങ്ങൾ 3 പേര്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കപ്പിൾസ്, ലവ്ലി പീപ്പിൾ, അത്ര നൈസായിട്ടുള്ള 2 പേര്. അവർക്ക് ജനിച്ച 3 കുഞ്ഞുങ്ങളും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, 3 പേരുണ്ട്. അപ്പം ഇത് കുഞ്ഞുങ്ങൾ ഇറങ്ങി ഓടും, ബഹളം വെക്കും, ടോയ്ലറ്റിൽ പോയാലും ടോയ്ലറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കൂടെ റൂമിൽ കൂടെ ഒക്കെ ഇറങ്ങി ഓടും, അവിടെ എല്ലാം ഇത് പരത്തും. അങ്ങനെ ഭയങ്കര ഒത്തിരി സ്ട്രഗിളാണ് 3 കുഞ്ഞുങ്ങളങ്ങനെ. പക്ഷെ അവർ ഈശോയിൽ ആഴത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അവർ ഈ ശുശ്രൂഷകളൊക്കെ നടത്താനും അവർക്ക് ഒരു വലിയൊരു ഓപ്പൺനെസ്, അവർ തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഒരുമിപ്പിച്ച് ചേർത്തിരുത്തി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് അവർ ക്രമീകരണങ്ങൾ ഒരുക്കും. എല്ലാവരും ഒരുമിച്ചിരുന്ന് വരണം. ഇങ്ങനെയുള്ള ഫാമിലീസിനൊക്കെ ചേർത്ത് നിർത്തി നമുക്കൊരു ദീപികാരനെ, യേശുവിനെ ആരാധിക്കാം, നമുക്കൊരു വചനം കേൾക്കാം. ബുദ്ധിമുട്ടാണ്, സ്ട്രഗിളാണ്. പക്ഷെ അത് നമ്മൾ ഒരു പള്ളിയാണ്, പള്ളിയിലോട്ടുള്ള ആൾക്കാരെല്ലാം ഇവരെല്ലാം എൻകറേജ് ചെയ്ത് ഇൻവൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത്. അപ്പം ഞാൻ അവർക്ക് ദൈവം ഇവർക്ക്
ഇത്രയും വലിയ സഹനം ഉണ്ടായിട്ടും അവർക്ക് അതിൻ്റെ നടുവിൽ വലിയൊരു സന്തോഷത്തിൽ അവർ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ അവരോട് സംസാരിക്കുക, അവരോട് പറയുന്നതാണ്, ഈശോ നൽകുന്ന ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ഒരു ഗ്രേസ്. ഇവരല്ലേ റിയൽ ഹീറോസ്, റിയൽ സൂപ്പർ ഹീറോസ്, സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. ഈശോ നൽകുന്ന ഭയങ്കര ഒരു ഗ്രേസാണ്. അപ്പം ഈശോയുടെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ ഈ വചനമൊക്കെ പറയും, ഈ കുഞ്ഞുങ്ങളൊക്കെ സ്വസ്ഥമായിട്ടിരിക്കും, ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയും. മാനുഷികമായിട്ട് പറഞ്ഞാൽ അവർ എങ്ങനെ അവർ ആത്മാവിന് ഇത് ഫീൽ ചെയ്യും. അതാണ് യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ ശക്തി. പലരും ഇങ്ങനെ ബുദ്ധിയുടെ തലത്തിൽ ജൂതന്മാരെപ്പോലെ ചിന്തിക്കും, യേശു ക്രൂശിലെല്ലാം പൂർത്തീകരിച്ചു, ഇവനെ ഈ പറയുന്നതിനകത്ത് വല്ല കാര്യമുണ്ട്. ഇതായിരുന്നു ജൂതന്മാർക്ക് യേശുവിനെ എതിരെയുള്ള ഫ്രിക്ഷൻ. അവരിങ്ങനെ ഇത് ശരിയാണ്, യേശുവിനെ അവർ ക്രൂശി, കാരണം മതം അതുപോലെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പം കർത്താവിനെ കൊന്നു കളയണം എന്നുള്ളൊരു ഒരു വ്യൂ പോയിന്റിലേക്ക് ജൂത സമൂഹം പുരോഹിതരെല്ലാം വന്നു. കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ ഗ്രേസ്, കർത്താവിൻ്റെ കരുണയെ, ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ. ഹല്ലേലൂയ. ഞാൻ ഭിന്നശേഷിക്കാർ കുഞ്ഞുങ്ങളിലെ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങുമ്പോൾ അവർ ശാന്തരാകുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അവർ ശാന്തരായിരുന്ന് അവരാ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുന്നു. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, വലിയ ചേഞ്ചസ് ഉണ്ടാകുന്നു. ജോസഫ് എന്ന് പറഞ്ഞൊരു കുഞ്ഞ്, അവന് ഇപ്പം എൻ്റെ ചില ശുശ്രൂഷകൾ ഇന്നാൾ ലിവർപൂളിൽ എൻ്റെ കൂടെ വരുമായിരുന്നു. കാരണം ആൾക്ക് 2-3 പേര് വേണം നാളെ ഒന്ന് പിടിച്ചൊന്ന് വീൽ ചെയറിൽ ഇരുത്തണമെങ്കിൽ പോലും. ആൾക്ക് തന്നെ ഇപ്പോൾ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നുണ്ട്, തന്നെ എഴുന്നേറ്റ് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, തന്നെ എഴുന്നേറ്റ് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, കാലൊക്കെ അവനെല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് ദൈവം അവനെ സൗഖ്യം കൊടുക്കും. ഇപ്പോഴും വീൽ ചെയറിൽ തന്നെയാണ് കേട്ടോ. ആ ഹീലിംഗ് പ്രോഗ്രഷനിൽ ദൈവം നടത്തുന്നു. പക്ഷെ ആളുടെ ഉള്ളിൽ വലിയൊരു സന്തോഷമാണ്. ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലൂടെ ഒഴുകുന്ന ആ കൃപയെ സ്വീകരിച്ച ആൾ ഓരോ സ്റ്റെപ്പും, ഈവൻ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ വന്ന ആൾക്ക് ഒരു ചെറിയ കൈ മാറ്റുന്ന പോലെ ഒരു വലിയ ഒരു വിടുതലാണ്. സോ ഇതെല്ലാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതിനേക്കാളൊക്കെ മുകളിലാണ് ഇവരനുഭവിക്കുന്ന വലിയൊരു സമാധാനം, സന്തോഷം, സ്വസ്ഥത, പറഞ്ഞറിയിക്കാൻ കഴിയാതെ ഈശോ പകരുന്ന ആ നീതീകരണത്തിൻ്റെ ഫലത്തിലൂടെയുള്ള ആ ഒരു സ്വസ്ഥത. അത് ഈ ഭൂമിയിൽ ലൈഫ് ടൈമിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു സംഭവമാണ് ഈശോ നൽകുന്ന ഈ ഒരു സംഭവം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ പറയാം അമേരിക്കയിൽ പോകുന്നത്, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറുന്നത്, അല്ലെങ്കിൽ സ്പേസ് ഷിപ്പിൽ പോകുന്നത്, മനുഷ്യർ പറയും അല്ലെ, ഓരോരുത്തർക്ക് ഓരോ അതാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. ഇപ്പം ഇന്ന് ഈ വ്ളോഗേഴ്സൊക്കെ ഓരോ വീഡിയോസ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട്. വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ബിസിനസ് ക്ലാസ് യാത്ര ചെയ്തു, ആ ക്ലാസ്സിൽ യാത്ര ചെയ്തു, ഇതൊക്കെയാണ് എക്സ്പീരിയൻസ്. അതൊക്കെ എക്സ്പീരിയൻസ്. പക്ഷേ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്താണെന്നറിയാമോ? നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവമഹത്വം, അത് ആത്മാവിൻ്റെ ശക്തി നമുക്ക് അത് ലഭിക്കുമ്പോൾ, മനുഷ്യർക്ക് ദൈവാത്മാവിനെ കിട്ടിക്കഴിയുമ്പോൾ ഒരു സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡം ഉണ്ട്. അതാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്, റിയൽ എക്സ്പീരിയൻസ്, ടാൻജിബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അധികം നേരം ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയൊരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ എക്സ്പീരിയൻസിങ് ജീസസ് ആൻഡ് ഹിസ് എൻകൗണ്ടർ. ഞാൻ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം വചനം പറയാനായിരുന്നു എനിക്ക് മാനുഷികമായ ആഗ്രഹം, അതിനുള്ള സമയമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഈ ടൈമിൽ വചനം പറയണമെന്ന് ഈശോനോട് പറയും. ഐ നോ ദർ ആർ സം പീപ്പിൾ ഹു ആർ വാച്ചിങ് റൈറ്റ് നൗ ആർ കോൾഡ് ടു റിസീവ് ദിസ് അനോയിന്റിംഗ്. എവിക്ഷൻ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല, നിങ്ങളെ ഇറക്കി വിടാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ എവിക്റ്റഡ് ആവുമെന്ന് പറഞ്ഞ് ആരോ ഒരാൾ ഭാരപ്പെട്ട് വിഷമിച്ച് ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഭാരപ്പെട്ടതിന് അതിൻ്റെ നടുവിൽ നിന്ന് ഈ വചനത്തെ സ്വീകരിച്ച് യേശുക്രിസ്തുവിനുള്ള നീതീകരണത്തിൻ്റെ അഭിഷേകത്തെ സ്വീകരിച്ചു. കർത്താവ് അനേക ഭവനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കും, ഭവനങ്ങൾ നിങ്ങൾ സ്വന്തമാക്കും, അനേക ഭവനങ്ങൾ നിങ്ങൾ താമസിക്കും, അനേക രാജ്യങ്ങൾ നിങ്ങൾ പ്രവേശിക്കും, അനേക രാജ്യങ്ങളുടെ പൗരത്വങ്ങൾ നിങ്ങൾ സ്വന്തമാക്കും, അനേക ദേശങ്ങൾ നിങ്ങൾക്ക് അവകാശമാക്കി ദൈവം നൽകും. യെസ്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം, കാൽ ചവിട്ടിരിക്കുന്ന ദേശം അവകാശമാക്കി ഞാൻ തരും. ദൈവം ഈശോ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് അവകാശമാക്കി നൽകുമെന്ന് പറയുന്നത്, വാഗ്ദത്ത ദേശം അവകാശമാക്കി നൽകുമെന്ന് പറയുമ്പോൾ പ്രതിസന്ധികളുടെ നടുവിലാണ് പറയുന്നത് ഐ വിൽ ഗിവ് യു ദാറ്റ് എന്ന് പ്രഖ്യാപിച്ച് ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട എനിക്ക് എൻ്റെ ദൈവം എൻ്റെ അവകാശങ്ങളെ എനിക്ക് നൽകും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ട യേശുവിൻ്റെ ഓരോ മകനും മകൾക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന അവകാശങ്ങൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ, ബ്ലെസ്സിങ്സ് ബിയോണ്ട് മെഷർ അത് വെളിപ്പെടട്ടെ. അത് തടഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുനാമത്തിൽ നീങ്ങി മാറി. ക്രിസ്തുവിന്റെ അഭിഷേകത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ വെളിപ്പെടട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ലോർഡ് വി പ്രേ.
ലോർഡ് വി ഗീവ് യു ഗ്ലോറി, വി വർഷിപ്പ്. നമുക്കൊരു നിമിഷം യേശുവിനെ ആരാധിക്കാം. എല്ലാവരും അധരം തുറന്ന് യേശുവിനെ ഒന്ന് സ്തുതിച്ച് ഈശോനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, സാധിക്കുന്നവര് നിങ്ങൾ എനിക്ക് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുന്നു. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ നടുവിൽ നിറയപ്പെടട്ടെ, വലിയ അഭിഷേകം നിറയപ്പെടട്ടെ. എല്ലാ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഈശോയെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എവിക്ഷൻ ഭാരത്തിലൂടെ കടന്നു പോകുന്നവരെ പ്രാർത്ഥിക്കുന്നത് ക്യാൻസൽ ആകട്ടെ. രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സൗഖ്യമാകട്ടെ. സാമ്പത്തിക കടഭാരത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത്ഭുത വഴി തുറക്കപ്പെടട്ടെ, പുതുവഴികൾ തുറക്കപ്പെടട്ടെ. ഭവനം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭവനങ്ങൾ സ്വന്തമാകട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ സ്വന്തമായി ലഭിക്കുന്നതിന് വേണ്ട എല്ലാ ക്രയവിക്രയങ്ങളും അതിന്റെ ആ ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം സൂത്രനിങ്ങായി അതെല്ലാം ഈസിയായി തീരട്ടെ. അതിനുവേണ്ട എല്ലാ വാതിലുകളും തുറക്കുവാൻ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 4-3 വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ വിശ്രമത്തിന്റെ ഉള്ളിലേക്ക് യേശുക്രിസ്തുവിന്റെ ഈശോ നൽകുന്ന നീതീകരണത്തെ എല്ലാവരും കണ്ണടച്ച് ഈശോനെ ഒന്ന് കണ്ടേ. നിങ്ങളുടെ മുൻപിൽ ഈശോ നിൽക്കുന്നു എന്ന് കണ്ടേ. കരങ്ങൾ വിരിച്ചു പിടിച്ച് ഈശോ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്ന അനുഭവിച്ച്, ആണിപ്പഴുതുള്ള കരം വെച്ച് അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ആശീർവദിക്കുന്ന അനുഭവിച്ച്, ഈശോയുടെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലൂടെ വ്യാപരിക്കുന്നു. പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് എഴുതിയിടുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈശോ തന്നെ ഏറ്റെടുക്കുവാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, വലിയ അഭിഷേകം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ റൈമ വേർഡ് നൽകി ഈശോ ഇങ്ങനെ ആശീർവദിക്കുന്നത് കാണിക്കുന്നത്. ഈശോ ആശീർവാദം നൽകുവാണ്. ഈശോ പറയും എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് വാതിലുകളെ തുറക്കുവാണ് കർത്താവ്. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സ്തുതിച്ച് ഈശോനെ ആരാധിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, 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 ആരാധന. നീ നിൽക്കുന്ന സ്ഥലം ഞാൻ അവകാശമാക്കി നൽകും ദൈവം പറയും. ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന് വിശ്വസിക്കുക. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ആ നിൽക്കുന്ന സ്ഥലം നിനക്ക് അവകാശമാക്കി ദൈവം നൽകും. നീ നിൽക്കുന്ന ഭൂമി നിനക്ക് അവകാശമാക്കി ദൈവം നൽകും. രാജ്യങ്ങൾ നീ കൈവശമാക്കും. അധരം തുറന്ന് പറഞ്ഞ് നിങ്ങളുടെ നാവ് തുറന്ന് നിങ്ങൾക്ക് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇന്ന് ആവശ്യപ്പെടുന്നത് അധരം തുറന്ന് പ്രഖ്യാപിക്കുവാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ആരാ പ്രഖ്യാപിക്കുന്നത്? നിങ്ങൾ നിസ്സാര വ്യക്തിയാണോ? അല്ല, ഈശോയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. നീതീകരിക്കപ്പെട്ട വ്യക്തി അധരം തുറന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഭയങ്കര പവറാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഞാനിങ്ങനെ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്നെ ഇതുപോലെ തന്നെ ഈശോയുടെ നീതീകരണത്തിൽ വിശ്വസിക്കുന്ന ഒരു സഹോദരൻ പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് എന്നെ നിങ്ങൾ തൊട്ടു. ജസ്റ്റ് അദ്ദേഹത്തൊന്ന് കൈ വെച്ചപ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു ഫ്രീഡം ഉണ്ട്. പുള്ളിനോട് വചനമൊന്നും പറഞ്ഞില്ല, ആളൊന്ന് തൊട്ടതേ ഉള്ളൂ. കാരണം യേശുവിലൂടെ നീതീകരിക്കപ്പെട്ട ആത്മാവിന് അഭിഷേകം ലഭിച്ച ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി നമ്മൾക്ക് നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫ്രീഡമാണ്, പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം. അങ്ങനെ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ദൈവമഹത്വമാണ് ആത്മാവിന്റെ ശക്തിയിലൂടെ ഇന്ന് നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. നിസ്സാരമായ സംഭവമല്ല. മനുഷ്യന് ഏറ്റവും വേണ്ട ആ സംഭവം ഇതാണ്. നമ്മുടെ 3 തലങ്ങളുണ്ട്. സ്പിരിറ്റ് മാന് വേണ്ട ഏറ്റവും വലിയ ഓക്സിജനാണ് വചനവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും. അതായത് വചനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കണം. യേശു അത്രമാത്രം സ്നേഹിക്കുന്നു, യേശുവിന്റെ കുരിശുബലിയിലൂടെ എന്താ സംഭവിച്ചത്, ഇത് കേൾക്കുമ്പോഴാണ് ദൈവിക ജീവൻ നമ്മുടെ ആത്മാവിൽ നിറയപ്പെടുന്നത്. എന്നിട്ട് പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയണം. വചനവും ആത്മാവും ഇത് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ സ്പിരിറ്റ് മാൻ ആക്റ്റീവായി. അപ്പം നമ്മുടെ ഇറ്റേണൽ ഐഡന്റിറ്റിയിലാണ്. ആ ഐഡന്റിറ്റി ആക്റ്റീവായി കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിലുള്ള കാര്യം ഈസിയാണ്. അപ്പം അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ നുകം ലളിതമാണ്. എൻ്റെ നുകം, മൈ യോക്ക് ഈസ് ഈസി. എൻ്റെ നുകം ലളിതമാണ്. അപ്പം ഈശോയിൽ വിശ്വസിച്ചുള്ള ജീവിതം ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ നമുക്ക് വലിയൊരു ഈസി ആയിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട്. ഇപ്പം നിങ്ങൾക്കൊരു ശുശ്രൂഷ ചെയ്യണം, അതിനെ പരിശുദ്ധാത്മ ഈസിയാക്കും. ചില കാര്യത്തിലൂടെ കടന്നു പോകുന്നു, ആ മേഖലകളെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഈസിയാക്കും. ജോലി സ്ഥലത്ത് അനുഗ്രഹപ്രദമാക്കും, കുടുംബജീവിതം അനുഗ്രഹപ്രദമാക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരുമ്പോൾ ഭാര്യയെ ഭർത്താവിനെ നമുക്ക് എല്ലാം ഭയങ്കര ഒരു സ്നേഹം, മക്കള് അവരെല്ലാം സ്നേഹിക്കാനുള്ള ഭയങ്കര കൃപ വരിക. ഹോളി സ്പിരിറ്റ് വിൽ ഓൾവേസ് നമ്മളെ മറ്റുള്ളവരുടെ പോസിറ്റിവിറ്റീനെ കാണിക്കും. അത് ദൈവാത്മാവിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ.
മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ ഓർത്തോണം, വി നീഡ് ഹെൽപ്പ്. അപ്പം ഞാനപ്പം ഒരാളുടെ കുറ്റം അന്യായമായിട്ട് കണ്ട് വേറെ ആൾ പറയാനുള്ള പ്രേരണ എൻ്റെ ഉള്ളിൽ തുടങ്ങുമ്പോഴേ എനിക്കിപ്പം മനസ്സിലായി, വർഷങ്ങൾ കഴിഞ്ഞ് മനസ്സിലായി, ഇറ്റ്സ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് എനിക്ക് പ്രാർത്ഥന, എനിക്ക് സഹായം വേണം. പരിശുദ്ധാത്മാവിന് അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത് അറിയും. ഇപ്പം നിങ്ങളൊരു ഏത് വ്യക്തിയാണ് ആ വ്യക്തിയുടെ നന്മയെ കാണിക്കും പരിശുദ്ധാത്മാവ്. ഒരു സഭയുടെ ഒന്നിന് കുറ്റം നമ്മളെ പറയാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കത്തില്ല. വചനപ്രഘോഷകർ പോലും തെറ്റാറുണ്ട്. ആ സഭ ഈ സഭ എന്ന് പറഞ്ഞ് ഇവരെല്ലാം കുറ്റം പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു കഴിഞ്ഞാൽ ഒരച്ഛനെ കാണുമ്പോൾ, ഒരു വചനപ്രഘോഷനെ കാണുമ്പോൾ, ഒരു ബിഷപ്പിനെ കാണുമ്പോൾ, ഒരു പാസ്റ്ററെ കാണുമ്പോൾ, ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, അവരിലെ പോസിറ്റിവിറ്റിനെ പരിശുദ്ധാത്മാവ് കാണിച്ചത്. And that is a real spiritual growth. ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, അതായത് ഞാൻ എന്തുകൊണ്ട് യേശുവിൻ്റെ കുരിശിലെ ഈ പൂർത്തീകരിച്ച പ്രവൃത്തിയെ തന്നെ ഫോക്കസ് ചെയ്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൂപ്പർ നാച്ചുറൽ തലമുണ്ട്. ആ തലം ഒരു ആത്മാവിന്, ഒരു മനുഷ്യന് ഡിസ്കവർ ചെയ്ത് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളായിരിക്കുന്ന സമൂഹത്തെ പോലും നിങ്ങൾ ഏത് രാജ്യത്തിലാണോ എവിടെയാണോ ആയിരിക്കുന്നത് അതിനെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ ചില കാര്യങ്ങൾ ചെയ്യും. നിങ്ങളിലൂടെ യുണീക്കായിട്ടുള്ള ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും നിങ്ങളിലൂടെ. അതുകൊണ്ട് ഇന്ന് ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ ആ പ്രവൃത്തിയിൽ നമുക്ക് വിശ്രമിക്കാം. വിശ്വസിച്ചവരായ നമുക്ക് ഈശോയുടെ കുരിശുബലി നൽകുന്ന വിശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ആ വലിയ വിശ്രമം ഇന്ന് നമ്മളെ ഭരിക്കുവാനിടയാകട്ടെ. ഈ ലോകം നൽകുന്ന ഭാരമല്ല, ഈ ലോകത്തിലെ പ്രതിസന്ധികളല്ല, പരിശുദ്ധാത്മാവിലൂടെ ദൈവം നൽകുന്ന വിശ്രമം, അത് നമ്മളെ ഭരിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ പരമേൽപ്പിക്കാം. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ഈശോ എഴുതി കാണിക്കും. വിശ്വസിച്ചവരായ നമുക്ക് ആ വാക്യം വായിക്കാം കേട്ടോ. വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ചെന്ന് അവസാനിക്കുക ഇന്നത്തെ ടോക്ക്. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ബൈബിളുള്ളവരൊന്ന് എടുത്ത് എൻ്റെ കൂടെ ഒന്ന് വായിക്കാവോ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞ വചനം ഈ ഒരു കാര്യത്തിലേക്ക് വന്നെത്തിക്കുക. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക്. ഈ വചനമൊക്കെ നിങ്ങളുടെ ബൈബിളിലുണ്ട്. ഇത് തുറന്നു കിട്ടുകയാണെങ്കിൽ ഇന്ന് വിശ്വസിക്കണം, തുറന്നു കിട്ടും. ഇത് തുറന്നു തരുമല്ലേ ദൈവം, തുറന്നു തന്നേക്കുവാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഗോഡ് ബ്ലസ് യു. ഇന്ന് കേട്ട വചനം നിങ്ങൾ ആഴത്തിൽ അത് ഉള്ളിലോട്ട് സ്വീകരിക്കുക. സാധിക്കുമെങ്കിൽ ഒന്നും കൂടെ കേൾക്കുക. വീണ്ടും കേൾക്കുമ്പോൾ ദൈവം നിങ്ങളോട് വീണ്ടും സംസാരിക്കും. വചനത്തിൻ്റെ പ്രത്യേകതയാണ്, നിങ്ങൾക്ക് കൂടുതൽ നോളജ് അതിനകത്തും ദൈവം നൽകും. വീണ്ടും ഒരിക്കൽ കൂടി കേട്ട് നോക്കുക. സാധിക്കുന്ന സമയങ്ങളിൽ വീണ്ടും വീണ്ടും കേൾക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളോട് സംസാരിക്കും. ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ഗൈഡൻസിലാണ് ഇത് ചെയ്യുന്നത്. ഇത് കഴിയുന്ന സമയത്ത് നിർത്താൻ പറയുന്ന ഉള്ളിൽ പറയുന്ന സമയം ഞാൻ നിർത്തും. പിന്നീട് ഞാൻ കേട്ട് നോക്കുമ്പോൾ പിന്നെ എനിക്ക് ഇതുപോലെ പറയാൻ പറ്റും. ഇത് ഞാൻ ആ ഒരു ടൈമിൽ ഹോളി സ്പിരിറ്റ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അനീഷിക്കുന്ന വ്യക്തിയെ നിങ്ങൾ കാണരുത് ഇതിനകത്ത്. ഇത് ഞാൻ ഈ വചന ശുശ്രൂഷ എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ഗൈഡൻസിൽ ഹോളി സ്പിരിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് നിങ്ങൾ അനീഷിക്കുന്ന വ്യക്തിയെ നിങ്ങൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതൽ ഇതിനകത്ത് നിങ്ങളുടെ സഹോദരൻ, ആത്മാവിൽ നിങ്ങളുടെ സഹോദരനായ ഞാൻ ആത്മാവിൽ നിങ്ങൾക്കൊരു സന്ദേശം നൽകുന്നു. ഈ സന്ദേശത്തെ നിങ്ങൾ ഉള്ളിൽ സ്വീകരിച്ച് ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാനുഷിക തലങ്ങളിൽ നമ്മളെല്ലാവരും പല കാര്യത്തിലൂടെ കയറി ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എനിക്കും ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പരസ്പരം എളിമയോടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ആ ഒരു പണിയിൽ നമുക്ക് പരസ്പരം പങ്കാളികളാകാം. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഭയങ്കര ശക്തിയാണ്. യുവർ പ്രേയേഴ്സ് ആർ വെരി പവർഫുൾ. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും പവറാണ് യേശുക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക്. ഗോഡ് ബ്ലസ് യു.